بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ. അല്ലാഹുമ്മ സിദ്നാ ഇൽമ. അല്ലാഹു നമ്മുടെ ഒരുമിച്ചിരിക്കുന്ന ഈ ഒരു സദസ്സ് അവൻ്റെ സ്വർഗീയ ലോകത്തും ഇതുപോലെ ഒരുമിക്കാനുള്ള തൗഫീക്ക് നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ ദോഷങ്ങൾ ഗഫൂറും റഹീമുമായ നാഥൻ നമ്മൾക്ക് പൊറുക്കുമാറാകട്ടെ. 90 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സോടെ നമ്മൾ പൂർത്തിയാക്കിയത്. ഇന്ന് 91 മുതൽ പരിഭാഷയുടെ 211 പേജാണ് ഓതുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين ولقد جاءكم موسى بالبينات ثم اتخذتم العجل من بعده وأنتم ظالمون وإذا أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واسمعوا قالوا سمعنا وعصينا وأشربوا في قلوبهم العجل بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين ولن يتمنوه أبدا بما قدمت أيديهم والله عليم بالظالمين ولتجدنهم أحرص الناس على حياة ومن الذين أشركوا يود أحدهم لو يعمر 1000 سنة وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون. 96 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊരു സബ്ജക്റ്റിലേക്ക് പോകുന്നത് കൊണ്ട് അത് അടുത്ത ക്ലാസ്സിലേക്ക് ഇൻഷാ അല്ലാഹ്. കുറേ ക്ലാസ്സുകളിലായി ഏറ്റവും വിശദീകരണം നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ജൂത സമൂഹത്തിന് അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾ ലഭിക്കാനും അതിനുള്ള കാരണങ്ങളും ആ സമൂഹത്തിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ചുമാണ് ഓരോ ആയത്തുകളിലും വിശദീകരിക്കുന്നത്. പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അവസാനമായിട്ട്
അവർക്ക് അള്ളാഹുവിൻ്റെ ഏറ്റവും ശക്തമായ കോപം ലഭിച്ച ഭാഗം വിശദീകരിച്ചു. ഇന്ന് 91-ാമത്തെ വചനം, വ ഇദാ ഖീല ലഹും ആമിനു ബിമാ അൻസലല്ലാഹ്. നിങ്ങൾ നോക്കേ, അള്ളാഹുവിൻ്റെ റസൂലിനാണ് ഈ ഖുർആൻ ഇറക്കപ്പെട്ടത്. ആ ഖുർആനിക വചനങ്ങൾ ഈ ഖുർആനെക്കുറിച്ച് കൃത്യമായും സത്യമായും അറിയുന്ന ഒരു ജൂതനെ പറ്റി പറയാണ്. വ ഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, മുനാഫിക്കീങ്ങളോടല്ല, മുശ്രിക്കീങ്ങളോടല്ല, ജൂത സമൂഹത്തോട് പറയപ്പെട്ട് കഴിഞ്ഞാൽ എന്ത്? ആമീനു, നിങ്ങൾ വിശ്വസിക്കുക. ആദ്യമായിട്ട് വിശ്വസിക്കേണ്ടത് നിങ്ങളാ. മക്കത്തെ അല്ലെങ്കിൽ മദീനത്തെ അറബി മുശ്രിക്കുകളെക്കാൾ ഇസ്ലാമിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കേണ്ടത് ആരാ? ശരിക്കും ജൂതന്മാരാ. അത്ര അറിയുക. നമ്മളുമായിട്ട് അല്ലാഹ് അഹ്ലി കിതാബ് എന്ന് പറഞ്ഞ പരിഗണന കൊടുത്തു ഈ സമൂഹത്തിനും ക്രിസ്ത്യാനികൾക്കും. ആ സമൂഹത്തോട് പറയുക, നിങ്ങളൊന്ന് വിശ്വസിക്കുക എന്ന് പറയപ്പെട്ടാൽ ബിമ അൻസലല്ലാഹ്, അള്ളാഹു ഇറക്കിയതിൽ, അള്ളാഹു അവതരിപ്പിച്ച ഈ ഖുർആനിൽ നിങ്ങളൊന്ന് വിശ്വസിക്കൂ എന്നെങ്ങാനും ജൂതനോട് പറഞ്ഞാൽ, ഖാലു, അവർ പറയും, നുഅ്മിനു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ബിമാ ഉൻസില അലൈന, ഞങ്ങളുടെ മേൽ ഇറക്കപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അഥവാ ഞങ്ങൾക്ക് അല്ലാഹു തആല തൗറാത്ത് ഇറക്കിയിട്ടുണ്ട്. ആ തൗറാത്തിൽ ഇസ്ലാമിനെക്കുറിച്ചും അതല്ലെങ്കിൽ സത്യമതത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഒക്കെ ഞങ്ങളോട് പറയുന്നുണ്ട്. അതിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ജൂതന്മാർ മുസ്ലിങ്ങൾക്ക് മറുപടി കൊടുക്കും. എന്നാൽ ഇവർ വയക്ഫുറൂന, അവർ നിഷേധം കാണിക്കുകയാണ്, ബിമാ വറാഅഹു, അതിനപ്പുറത്തുള്ളതിലേക്ക്. തൗറാത്തല്ലാത്ത ഒന്നും ഞങ്ങളോട് പറയണ്ട, ഇതാ ജൂതൻ പറയുക. ശരിക്കാ തൗറാത്തിലും ഇഞ്ചീലിലും ഇങ്ങനൊരു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ട് എന്ന് അറിയാം ഇവർക്ക്. ഖുർആനിൽ മുഹമ്മദ് റസൂലിനെ തങ്ങളുടെ മക്കളെ അറിയുന്നത് പോലെ ജൂതൻ അറിയുന്നു എന്ന് നമ്മൾ വിശദീകരിച്ചതാ കഴിഞ്ഞ ടേം എടുക്കുമ്പോൾ, അല്ലേ? ജൂതന്മാർക്ക് ശരിക്കും റസൂലുള്ളാഹിനെ അറിയാം. എങ്ങനെ? യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അവർ സ്വന്തം മക്കളറിയുന്നതിനേക്കാൾ അപ്പുറം അതുപോലെ ആരറിയാം? റസൂലുള്ളാഹിനെ അറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെയും നമ്മൾ പറഞ്ഞു, അല്ലേ? പണ്ട് ഔസ് ഖസ്റജുമായിട്ടൊക്കെ പ്രശ്നങ്ങളും സംഘട്ടനം ഉണ്ടാകുമ്പോൾ ഈ ജൂതൻ എന്തായിരുന്നു പറയാറുള്ളത്? വരട്ടെ, ഞങ്ങൾ നബി വരട്ടെ, എന്നിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ നബീൻ്റെ പിന്നിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം യുദ്ധത്തിനുണ്ടാകും. അതുകൊണ്ടാണ് മുആദ് ഇബ്നു ജബലൊക്കെ പറഞ്ഞത്, നിങ്ങൾക്ക് നാശം ജൂതന്മാരെ, നിങ്ങൾ ഞങ്ങളോട് ഈ നബിയെപ്പറ്റി പറയുക, വിശദീകരിച്ച് തരിക, എന്നിട്ട് അറബി മുശ്രിക്കുകളായ ഞങ്ങൾ ആ നബിയിൽ വിശ്വസിക്കുക, നിങ്ങൾ ഇപ്പോഴും അപ്പുറത്ത് തന്നെ നിൽക്കുക. ഇതെന്തൊരു പുതുമയാണ്. അവർ പറഞ്ഞു, സഹാബികൾ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ജൂതന്മാരുടെ ധിക്കാരത്തിൻ്റെ സ്വഭാവമാണിത്. നിങ്ങൾ വിശ്വസിക്ക്, നിങ്ങളെ തൗറാത്ത് പറഞ്ഞതല്ലേ തോറ എന്ന് നിങ്ങൾ പറയും. തൗറാത്തിൽ ഈ റസൂലുള്ളാഹിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു. അങ്ങനെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ മദീനത്ത് വന്ന് താമസിക്കുന്നത്. ഏറ്റവും നല്ല മണ്ണ് നിങ്ങൾ തിരഞ്ഞെടുത്തു താമസിക്കാൻ. എന്നിട്ടും ഈ ജൂത സമൂഹത്തിൽ നിന്ന് ഈ നബി വരാതെ അറബി സമൂഹത്തിൽ നിന്ന് ഒരു നബി വന്നു എന്ന് കാരണം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യല്ല? മാറി നിൽക്കല്ല എന്ന് പറയുമ്പോൾ അവർ പറയാം, ഞങ്ങൾക്കിറക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നു, ഇതിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. വയക്ഫുറൂന ബിമാ വറാഅഹു, അവർക്ക് അതിന് പിന്നിലുള്ളതിൽ അവർ അവിശ്വസിക്കുന്നു. വഹുവൽ ഹഖ്, അവരവിശ്വസിക്കുന്ന ആ പിന്നിലുള്ള കാര്യമാകട്ടെ അത് സത്യമാണ് താനും. മുസദ്ദിഖൻ ലിമാ മഅഹും, അവരോടൊപ്പമുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട്. എന്താണ് അതിനപ്പുറമുള്ള കാര്യം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഖുർആൻ. ഞങ്ങൾക്കിറക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നു, അതിനപ്പുറത്തുള്ളതിൽ അവിശ്വസിക്കുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഖുർആനിൽ ഞങ്ങൾ അവിശ്വസിക്കുന്നു. അപ്പം അല്ലാഹ് പറയാണ്, ആ ഖുർആനാകട്ടെ അവരോടൊപ്പമുള്ളതിനെ സത്യപ്പെടുത്തുന്ന ഗ്രന്ഥം, അല്ലാതെ തൗറാത്തിനെ നിഷേധിക്കുന്ന ഗ്രന്ഥമല്ല. ഇഞ്ചീലിനെ ഈസാ നബിയെ ഇവർ ആരോപണം നടത്തി. ഈ ഇസ്രായേലിയരിൽ അവസാനമായി വന്ന പ്രവാചകനായ ഈസാ നബി ഇഞ്ചീലിൽ ഒരല്പം വ്യത്യാസമുണ്ടായപ്പോൾ ഒക്കെ സത്യപ്പെടുത്തിയിട്ട് വന്നതാണ് തൗറാത്തിനെ. ചില നിയമങ്ങളിൽ വ്യത്യാസം വന്നപ്പോൾ കണ്ടില്ലേ, നിഷേധിയാണ്, മാറ്റം വരുത്തിയവനാണ് എന്ന് ഈസാ നബിയെക്കുറിച്ച് പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഖുർആനെ പറ്റി പറയുമ്പോൾ അതിനു മുമ്പ് തന്നെ അല്ലാഹ് പറയാണ്, ഈ ഇഞ്ചീലാകട്ടെ അതല്ലെങ്കിൽ ഖുർആനാകട്ടെ നിങ്ങൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തോട് സത്യം പുലർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ പൂർത്തീകരണത്തിലാണ് ഈ ഖുർആൻ വന്നത്. മുസദ്ദിഖൻ ലിമാ മഅഹും, അവർ നിഷേധിക്കുന്ന ഖുർആൻ അവരോടൊപ്പമുള്ളതിനെ സത്യപ്പെടുത്തുകയാണ്. ഇത് ഖുർആൻ വിശദീകരിച്ചു. ഇവർ പറഞ്ഞ ന്യായം എന്താ? ഞങ്ങൾ ഖുർആനൊന്നും ഞങ്ങൾക്ക് ഓതിത്തരണ്ട,
ഞങ്ങളെ നന്നാക്കാൻ വരണം, ഞങ്ങൾ ഓൾറെഡി നല്ലവർ തന്നെയാണ് അല്ലേ? ഖുർആൻ എത്രയോ സ്ഥലത്തില്ലേ ഞങ്ങൾ അള്ളാഹുവിനെ വനഹ്നു അഹിബ്ബ, ഞങ്ങൾ ജൂതന്മാർ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്, ഞങ്ങൾ നരകത്തിൽ ഒരിക്കലും പോകൂല, ഇനി ഞങ്ങൾ പോകുകയാണെങ്കിൽ തന്നെ വളരെ കുറച്ചേ നരകത്തിൽ പോകും, ഇനിയോ ജൂതനോ നസ്രാണിയോ അല്ലാത്ത ഒരാളും സ്വർഗത്തിൽ പോകൂല. ഇത് അവരുടെ ഒരു പൂതിയായിരുന്നു. അതന്നെ ഖുർആൻ കളിയാക്കുന്നുണ്ടത്. അവർക്കൊരു പൂതിയുണ്ട്, ജൂതനും ക്രിസ്ത്യാനിയും മാത്രമേ എവിടെ പോകൂ? സ്വർഗത്തിൽ പോകൂ, ബാക്കിയൊക്കെ നരകത്തിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ ഇവർ പറഞ്ഞു. എന്നാൽ ഖുർആൻ പറയാം, നിങ്ങളിങ്ങനെ ഖുർആനെ പിന്നെ അസത്യപ്പെടുന്നത് പോട്ടെ, ശരി, നിങ്ങളിപ്പോൾ വാദിക്കുന്നത്, മദീനത്തെ ജൂതന്മാർ വാദിക്കുന്നത് നിങ്ങൾക്കിറങ്ങിയ തൗറാത്തിൽ നിങ്ങൾ ഒറിജിനൽ 100% വിശ്വസിക്കുന്നു എന്നാണല്ലോ അല്ലേ? ഈ ആയത്ത് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ തോന്നുന്നത്? അപ്പോൾ അത് അടുത്ത ചോദ്യം ഇട്ട് കൊടുക്കുക, കുൽ, എന്നാൽ ചോദിക്ക് നബി അങ്ങോട്ട്, ഇവർ തൗറാത്തിൽ 100% ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ആളുകളായിരുന്നെങ്കിൽ ഫലിമ തഖ്തുലൂന അംബിയ അല്ലാ, ഫലിമ, എന്തിനാ തഖ്തുലൂന അംബിയ അല്ലാ, നിങ്ങൾ അള്ളാൻ്റെ അംബിയാക്കളെ നിങ്ങൾ എന്തിനാ കൊന്നത്? ഇസ്രായേൽ സമൂഹത്തിലേക്ക് വന്ന ഒരുപാട് അമ്പിയാക്കളെ നിങ്ങൾ കൊന്നിട്ടുണ്ട് അല്ലേ? അള്ളാൻ്റെ ശാപത്തിനും കോപത്തിനും നിങ്ങൾ വിധേയമായി തീരാനുള്ള കാരണം അള്ളാൻ്റെ ആയത്തുകളെ നിങ്ങൾ നിഷേധിച്ചതാണ്. നിങ്ങൾ അള്ളാൻ്റെ അമ്പിയാക്കളെ ഒരു കാരണം കൂടാതെ നിങ്ങൾ കൊന്നുകളഞ്ഞതാണ്. ചോദിക്കും നബി അവരോട്, തൗറാത്തിൽ നിങ്ങൾ ഇത്രയും പൂർത്തിയായി വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്തിനാ ഇങ്ങനെയൊക്കെ കൊന്നത്? മിൻ ഖബൽ, ഇതിനു മുമ്പ്, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. ജൂതന്മാർക്ക് മറുപടിയില്ല അല്ലേ? ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ അതേ കാരണം. ഇവർ പല ന്യായങ്ങളും പറയും. എന്തുകൊണ്ടാണ് ജൂതന്മാർ റസൂലുള്ളാഹിൽ വിശ്വസിക്കാത്തത്? നിങ്ങൾ പറഞ്ഞ ഇത്ര അൽബക്കറ ആയത്ത് കേട്ടിട്ട് എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്? ജൂതന്മാർ ഉറപ്പിച്ചിരുന്നു ഈ വരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരിലായിരുന്നു വരിക? ജൂതന്മാർ ഇസ്രായേലിൽ നിന്നാണ് വരിക. അവരത്രയും പിന്നെ കാത്തു നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അവരുടെ അസൂയ എന്നുവെച്ചാൽ ആ അസൂയ എന്ന് വെച്ചാൽ എങ്ങനത്തെ അസൂയ എന്നറിയോ? ഒരു തറവാട് കുത്തക, അമ്പിയാക്കളുടെ തറവാട് ഞങ്ങൾക്കാണ്. ഇപ്പോഴും അവരങ്ങനെ തന്നെയാണ് പറയുക. ഇപ്പോഴും അവരുടെ വാദം തന്നെയാണ്. ഇപ്പോഴും ഖുർആനിലെ ജൂതരോ ക്രിസ്ത്യാനിയോ അല്ലാത്ത ആരും പിന്നെ സ്വർഗത്തിൽ കടക്കൂല എന്ന ഭാഗം മാത്രം എടുത്ത് ഇവർ പ്രചരണം നടത്തുള്ളൂ. നിങ്ങളെ ഖുർആനിൽ പോലും ഞങ്ങളാ സ്വർഗത്തിൽ പോകാമെന്ന് ഇവരിന്നും വാദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറം ഖുർആനുണ്ട്, ഇത് നിങ്ങളുടെ ഒരു പൂതി മാത്രമാണെന്നുള്ളത് ആ ഭാഗം കട്ട് ചെയ്യും അല്ലേ? ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ വിചാരിച്ചിരുന്നു. ഒരുപാട് അമ്പിയാക്കളെ കിട്ടി. അത് അള്ളാൻ്റെ ഖുർആൻ തന്നെ ലോകരേക്കാൾ നിങ്ങളെ ശ്രേഷ്ഠരാക്കി, ലോകർക്ക് മേലെ ശ്രേഷ്ഠരാക്കി എന്ന് വെച്ചാൽ അള്ളാൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിനേക്കാൾ ഹൈറാക്കി എന്നല്ല, ഒരുപാട് അമ്പിയാക്കളെ കൊണ്ടും മറ്റു പല അനുഗ്രഹങ്ങളെ കൊണ്ടും നിങ്ങൾക്ക് ഒരു പ്രത്യേകത തന്നു. അതുകൊണ്ട് തന്നെ ഇവർ വിചാരിച്ചു ഈ നബിയും അള്ളാഹു തആല ആർക്കെന്നെ തരും? ഞങ്ങൾക്കെന്നെ തരും. പക്ഷേ അറബികളിലേക്ക് വന്നപ്പോൾ അവർ ഈ പറഞ്ഞത് മുഴുവൻ എത്രത്തോളം പിന്നെ ഈ അറബി മുശ്രിക്കീങ്ങൾ ഇസ്ലാമിലേക്ക് വന്ന് അവർ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ എല്ലാ ലക്ഷണമൊത്ത് റസൂലുള്ളാഹി ഈ വന്നത് പ്രവാചകത്വത്തിൻ്റെ അടയാളം കൊണ്ട് ഇതാ വന്നിരിക്കുന്നു. അപ്പോൾ പറയും ഞങ്ങളങ്ങനത്തെ ഒന്ന്, ഞങ്ങൾ പറഞ്ഞ ആളെന്നല്ല ഇത്, ഞങ്ങളിങ്ങനെ ഈ നബിയെപ്പറ്റി ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഒറ്റയടിക്ക് എന്ത് ചെയ്യാണ് അവർ ഈ പറഞ്ഞ സംസാരങ്ങളെ മാറ്റുകയാണ്. ഇതാണ് ജൂതൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് അള്ളാഹ് പറയുന്നത്. അഥവാ നിങ്ങൾ ഞങ്ങളോട് പറയേണ്ട, ഞങ്ങൾക്ക് കിട്ടിയ തൗറാത്തിൽ ഞങ്ങൾ വിശ്വസിച്ചു, പിന്നിലുള്ളത് ഞങ്ങൾ നിഷേധിക്കുന്നു. അപ്പോഴാണ് പറയുന്നത് ചോദിക്ക്, ഇതൊക്കെ ആണെങ്കിൽ എന്തിനാ നിങ്ങൾക്ക് വന്ന നബിയെ അമ്പിയാക്കളെ തന്നെ കൊന്നുകളഞ്ഞത്? എന്നിട്ട് അള്ളാഹ് പറയും ഇവരുടെ സ്വഭാവം, വലഖദ് ജാഅക്കും, തീർച്ചയായും നിങ്ങൾക്ക് വന്നു, തീർച്ചയായും നിങ്ങൾക്ക് മുമ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആര്? മൂസ നബി, ബിൽ ബയ്യിനാത്തി, ദൃഷ്ടാന്തങ്ങളുമായിട്ട്. ഇസ്രായേല്യരിൽ വന്ന ഇസ്രായേല്യർ ഖിബ്തികളുടെ എല്ലാ നിലക്കുള്ള ഷർറും അനുഭവിക്കുന്നത്. ഖിബ്തികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫറോവമാർ അല്ലേ? ഇസ്രായേലിൽ ജനിക്കുന്ന ആൺകുട്ടികളെയൊക്കെ കൊല്ലണമെന്നും പെൺകുട്ടികളെ ജീവനോടെ വിട്ടേച്ചേക്കണമെന്നും ഒരാളെ ആൺകുട്ടീനെ വലുതാക്കരുത് എന്ന് പറയുന്ന സമയത്താണ് മൂസാ നബിയുടെ ജനനം. ഞാൻ ചരിത്രത്തിൽ പറയും, നിങ്ങൾക്കറിയാലോ. പെട്ടിയിൽ മൂസാ നബിയെ അള്ളാഹുവിൻ്റെ പിന്നെ ഒരു ഉത്തരവ് പ്രകാരം മൂസാ നബീൻ്റെ ഉമ്മക്ക് അള്ളാഹു തആല ബോധനം കൊടുക്കുന്നു. പെട്ടി നൈൽ നദിയിലിട്ടിട്ട് അത് ഫിർഔൻ്റെ കൊട്ടാരത്തിനെ വളരുന്നു. അങ്ങനെ ആ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു തആല പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് ആ പ്രവാചകനായി തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾക്ക് അറിയാം, പിന്നെ മത്സരം നടക്കുന്നതും
മജീഷ്യന്മാർ മുഴുവനും സാഹിര്യങ്ങൾ മുഴുവനും വിശ്വസിക്കുന്നതും കൊല്ലാൻ വേണ്ടി ഫിർഔനും കൂട്ടരും വന്നപ്പോൾ ചെങ്കടലിൻ്റെ സമീപത്തെത്തിയപ്പോൾ മൂസ നമ്മൾ നശിച്ചു, നമ്മൾ പിടിച്ചു എന്ന് പറഞ്ഞു. നമ്മളെ പിടിച്ചു ഫിർഔൻ, ഇനി നമുക്ക് ഒരു ജീവിതം ഇല്ല എന്ന് ഉറപ്പിച്ചപ്പോൾ മൂസാ നബി ഒരു വാചകം പറഞ്ഞു, നിങ്ങൾ കരുതണ്ട ഞാനും നിങ്ങളും മാത്രമുള്ളത്, കൂടെ ആരുണ്ട്? അള്ളയുണ്ട്. അതുവരെ വടി നിലത്തിട്ട പാമ്പാകുകയായിരുന്നു. ആ കടലിൻ്റെ അവിടെ എത്തിയപ്പോൾ അള്ള എന്താ പറഞ്ഞത്? ഈ വടി കൊണ്ട് കടലിനടിക്കാൻ, അല്ലേ? സമുദ്രത്തിന് അക്കരെ കടക്കുന്നു. മൂസാ നബി വിചാരിക്കുന്നു അതൊന്ന് അടിച്ചിട്ട് ഒരുമിപ്പിക്കാൻ. അള്ള പറയും വിട്ടേച്ചേക്ക്, അക്കരെത്തി, അത് പോരാ. ഫിർഔനും കൂട്ടരും ഇറങ്ങിയിട്ട് അതിൽ മുങ്ങിച്ചാകുകയാണ്. ഇത് കണ്ണുകൊണ്ടൊക്കെ കണ്ട് കടലിനക്കരെ എത്തിയിട്ട് എന്നിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയി. 30 ദിവസം പോയി. പിന്നെ അള്ള 10 ദിവസം കൂടി നീട്ടി. ടോട്ടൽ എത്രയായി? 40 ദിവസമായി. 40 ദിവസം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൂരിസിന അഥവാ പർവ്വതത്തിലേക്ക് ഈ തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ആ പോകുന്ന സമയത്ത് മൂസാമല എന്നാണ് അറിയപ്പെടുന്നത്. ആ സമയത്ത് പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജനത ചെയ്ത പണി ദൃഷ്ടാന്തങ്ങളുമായി വന്നപ്പോൾ പിന്നീട് നിങ്ങൾ അവിടെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണ് അൽ ഐജിൽ, ഒരു പശുക്കുട്ടിയെ, അല്ലേ? ഇത് നമ്മൾ ഏറ്റവും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതെന്നറിയോ? ഷിർക്കിൻ്റെ ആളുകൾ മുങ്ങി നശിക്കപ്പെടുന്നത് കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട ജനതയാണ് ആര്? ഇസ്രായേലിയർ. അങ്ങനെ കണ്ടിട്ടുണ്ട്. തൗഹീദിൻ്റെ ആളുകൾ അള്ള രക്ഷപ്പെടുത്തിയതും ഷിർക്കിൻ്റെ ആളുകൾ നശിച്ചു പോകുന്നതും. എന്നിട്ട് അക്കരയിലേക്ക് എത്തി അള്ളാൻ്റെ സുഖങ്ങളൊക്കെ അനുഭവിച്ച് ഒരു 40 ദിവസം അവരിലെ ഒരു പ്രവാചകൻ മാറി നിൽക്കുകയാണ്. എന്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ? തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ. പോകുന്ന സമയത്ത് ഹാറൂൻ നബിയെ കൂടെ നിർത്തുന്നുണ്ട്. കൂടെ നിർത്തി 40 ദിവസം തിരിച്ചു കഴിഞ്ഞപ്പോൾ മൂസാ നബി കണ്ടതാണ് സുമ്മത്തഹത്തുമുൽ ഇജിൽ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണവും മറ്റൊക്കെ ഇങ്ങനെ ഉരുക്കി ഒരു പശുക്കുട്ടിയുടെ, ഒരു കാളക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അതിനു ചുറ്റും തവാഫ് ചെയ്യുന്നൊരവസ്ഥയാണ് നിങ്ങൾക്ക് ഉണ്ടായത്. അതാ അള്ളാഹ് പറയുന്നത് വലഖദ് ജാഅക്കും മൂസാ ബിൽ ബയ്യിനാത്ത്. നിങ്ങൾ തൗറാത്തിൽ വിശ്വസിക്കും, ഖുർആനിൽ ഞങ്ങൾ അവിശ്വസിക്കുമെന്ന് പറഞ്ഞിട്ട് വീമ്പളക്കണ്ട. നിങ്ങൾക്ക് മുമ്പ് മൂസാ നബി കൃത്യമായ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി വന്നു. പക്ഷേ സുമ്മത്തഹത്തുമുൽ ഇജിൽ, പശുക്കുട്ടിയെ പിന്നീട് നിങ്ങൾ ഉണ്ടാക്കി, മിൻ ബഅദിഹി, അതിനുശേഷം വ അൻതും ളാലിമൂൻ, അങ്ങനെ നിങ്ങൾ അക്രമികളായിക്കൊണ്ട്. ഈ ആളുകളാണ് നിങ്ങൾ, അല്ലേ? ഇത് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്മാർക്കൊരു മറുപടി കൊടുക്കുക. ഏത് സമയത്തായിരുന്നു കൊടുത്തത്? നിങ്ങൾ പറ. ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പോൾ ജൂതന്മാർ തിരിച്ചൊരു മറുപടി കൊടുത്ത്. എന്താ കൊടുത്തത്? ഞങ്ങൾക്കിറക്കിയ തൗറാത്തിൽ ഞങ്ങൾ വിശ്വസിക്കാം, അതിനുശേഷമുള്ളൊന്നും ഞങ്ങൾ എന്ത് ചെയ്യൂല, വിശ്വസിക്കില്ല. അപ്പോഴാണ് ഈ മറുപടി കൊടുക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എന്തിനാണ് നിങ്ങൾക്ക് വന്ന അമ്പിയാക്കൾ നിങ്ങളെ മുമ്പ് കൊന്നത്? അതിനെനിക്ക് മറുപടി താ. 2, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുമായി വന്നപ്പോൾ അതേ സമയത്ത് തന്നെ നിങ്ങൾ എന്തുണ്ടാക്കിയത്? പശുക്കുട്ടി ഉണ്ടാക്കിയത്. നമ്മൾ ഈ ആയത്തുനിന്ന് മനസ്സിലാക്കേണ്ട വലിയൊരു പാടാണത്. നാടുകളിലും ഇന്നും നമ്മൾക്കൊക്കെ ഒരു ചിന്ത ഉണ്ടാകും, എനിക്കിനി ഷിർക്കൊന്നും വരില്ല, എൻ്റെ സമൂഹത്തിൽ ഷിർക്കൊന്നും വരില്ല, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്ന സമൂഹത്തിൽ ഷിർക്ക് വരില്ല എന്നൊക്കെ ഒരു ധാരണ ഉണ്ട്, അല്ലേ? ഇതാർക്കായി ഷിർക്ക് വന്നത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെയുള്ള ജനത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറുപ്പം മുതലേ മദ്രസയിൽ നിന്ന് കേട്ടിട്ടുണ്ടാകും. ഫിർഔൻ പറഞ്ഞൊരു വാചകയില്ലേ മജീഷ്യന്മാരോട്, എൻ്റെ സമ്മതം കിട്ടുന്നതിൻ്റെ മുമ്പേ നിങ്ങൾ വിശ്വസിക്കുകയാണോ? അല്ലേ? ഇവൻ വലിയ സായിറായി മൂസ, നിങ്ങൾ എൻ്റെ സമ്മതം കിട്ടുന്നതിന് മുമ്പ് വിശ്വസിച്ചില്ലേ ഇവൻ്റെ റബ്ബിൽ? അതുകൊണ്ട് നിങ്ങളെ വലത്തേ കൈയും ഇടത്തേ കാലും, ഇടത്തേ കൈയും വലത്തേ കാലും വിഭിന്നമായി, ഈത്തപ്പനെ കുരിശിൽ ഞാൻ നിങ്ങളെ തറിച്ചിട്ട് വിഭിന്നമായി നിങ്ങളെ ശരീരം ഞാൻ മുറിച്ച് കഷ്ണങ്ങളാക്കും. ഇപ്പോഴെന്താ ഈ സമൂഹം പറഞ്ഞത്? നീ ചെയ്തോ, നീ ഇഷ്ടമുള്ള ചെയ്തോ, നീ എവിടെയാ ഫിറോനെ വിധിക്കൂ? ഈ ദുനിയാവിലെ നിനക്ക് വിധിക്കാൻ പറ്റും. ഞാൻ അതാ അത്ര വിശ്വാസം ഉറപ്പാണ്. ഈ വിശ്വാസം ഉറപ്പുള്ള ജനതയാണ് കടൽ കടന്നിട്ട് അപ്പുറത്തേക്ക് അത് രക്ഷപ്പെടുത്തുന്നതും. ഇവരെ കാണുമ്പോഴാണ് ഫിർഔനെയും ആളുകളെയും കടലിൽ അല്ലാഹ് മുക്കിക്കൊല്ലുകയും ചെയ്യുന്നത്. അത്ര തൗഹീദ് ഉറച്ചല്ലോ, അല്ലേ? അത്ര ഉറച്ച് 2 നബിമാർ കൂടെയുണ്ട്. അതിൽപ്പെട്ട ഒരു നബി 40 ദിവസം മാറി നിൽക്കുമ്പോൾ ഇത്രയും തൗഹീദ് ഉറച്ച ജനതയാണ് എന്ത് ചെയ്യുന്നത് കാണുന്നത്? പിന്നെ പശുക്കുട്ടീനെ ഉണ്ടാക്കിയിട്ട് പൂജ നടത്തുന്നത് ആരാണ്? നിങ്ങൾ നോക്കി, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ദേഷ്യം പിടിച്ച് ആ പലകട വലിച്ചെറിഞ്ഞ്, അല്ലേ? ഹാറൂൻ നബിൻ്റെ താടിക്ക് പിടിച്ചു. നിങ്ങൾ നോക്കിയേ, ഒരു ജനത ഇത്രയും ശുദ്ധിയായിട്ടാണ് ഷിർക്ക് വരുന്നത്.
നമ്മളിലാ ശിർക്ക് വരിക. ഓൾറെഡി ഖബർ പൂജിക്കുന്ന, ജാറം പൂജിക്കുന്ന, ജാറത്ത് പോയി മൂടുന്ന, അവിടെ എണ്ണ കൊളുത്തുന്ന, അതിനെ തവാഫ് ചെയ്യുന്ന, അതിൻ്റെ ഷിർക്കിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്ന ഒരു സമൂഹത്തിലേക്ക് ഷിർക്ക് വരൂല. എന്തുകൊണ്ട് വരൂല? ഓൾറെഡി ഷിർക്ക് വന്നു കഴിഞ്ഞു. ആരിലാ ഷിർക്ക് വരിക? ഷിർക്കില്ലാത്തൊരു സമൂഹത്തിൽ, അഥവാ മുവഹിദീങ്ങളാണ് എന്ന് പറയുന്ന നമ്മൾ സലഫികൾ, മുവഹിദീങ്ങളാണെന്ന് പറയുന്നു, ഷിർക്കില്ലാത്തവരാണെന്ന് പറയുന്നു, അവരാണ് ഏറ്റവും പേടിക്കേണ്ടത്. ഷിർക്ക് വന്നൊരു സമൂഹത്തിന് പിന്നെ ഷിർക്കിലേക്ക് കൊണ്ടുപോകാൻ ശൈത്താന് പ്രത്യേകം പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഷിർക്കില്ലാത്ത ഒരു ജനതയിലാണ് മെല്ലെ 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 ഷിർക്ക് എത്തിക്കുക. ഒറ്റയടിക്ക് ഖബർ കൊണ്ടുപോയി പൂജിക്കാനൊന്നും കഴിയുന്നില്ല, ഷെയ്ത്താനെ പൂജിപ്പിക്കാനൊന്നും കഴിയുന്നില്ല. എന്താ ഷെയ്ത്താൻ അല്ലേ ബിംബാരാധന തുടങ്ങി വെച്ചത് എങ്ങനെയാണ്? നൂഹിൻ്റെ കാലത്ത് തന്നെ അല്ലേ? നല്ല വദ്, സുആ, യഊസ്, യൗഖ്, നസ്ർ, നല്ല ആളുകളാ. ആ തലമുറയോട് എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഷെയ്ത്താന് ആരാധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. നല്ല ആൾക്കാരല്ലേ, ഒന്നൊരു മോഡൽ ഉണ്ടാക്കിയവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ, നല്ല ആൾക്കാർ കഴിഞ്ഞു പോകുമ്പോൾ അങ്ങനെ അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതങ്ങനെ കഴിഞ്ഞു പോയി. പുതിയൊരു ടീം വന്ന് ഓരോട് ആരാധിക്കാൻ പറഞ്ഞോ? ഒന്നോട് എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഈ നാട്ടിൽ എത്ര ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്, അത് അവരതൊന്നും ഫോട്ടോ ഇവിടെ ഇല്ലാത്തത്, ഈ 5 ആൾക്കാരെ മാത്രം ഫോട്ടോ എന്താ? അപ്പോൾ എന്തോ ഒരു താഴ്മയും ഒരു ബഹുമാനം അത്രേ അവരിൽ ഇറ്റിച്ചിട്ടുള്ളൂ. ചെറിയൊരു ഡോസാ. അത്ര ശൈത്താൻ അങ്ങനെയാണ് കാണുക. അല്ലാതെ ഒറ്റയടിക്ക് വദ്ദയെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിപ്പിക്കുകയല്ല ചെയ്തത്. അത് കഴിഞ്ഞ് അടുത്തൊരു തലമുറ വരുമ്പോൾ കാണുന്നത് എന്താ? ഞങ്ങളെ വാപ്പാരൊക്കെ നോക്കുമ്പോൾ, വല്യപ്പാരൊക്കെ നോക്കുമ്പോൾ കാണാം ഇതിൻ്റെ മുമ്പിലെത്തുമ്പോൾ ഇങ്ങനെ നിർത്തുന്നു. അവിടാണ്ട് സ്റ്റാർട്ട് ചെയ്ത്. ഇതാ നമ്മിലും സംഭവിക്കുക. ഒറ്റയടിക്ക് ഷിർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയൂല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞതും ലാ തത്തബിയു ഖുതുവാത്തി ഷൈത്താൻ, ഷൈത്താൻ്റെ കാലടിപ്പാട് നിങ്ങൾ പിൻപറ്റില്ല. ഡോറ് നിങ്ങൾ തുറക്കല്ലേ. ഡോറ് തുറന്നാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് പോകാമെന്ന് അറിയാൻ പറ്റില്ല അല്ലേ? തൗഹീദ് കണ്ട് വിട്ടാലുണ്ടല്ലോ, ആകാശത്ത് നിന്ന് അങ്ങോട്ട് വീണ പോലെ എന്നല്ല പറഞ്ഞത്. ആകാശത്ത് നിന്ന് വീണ പോലെ തന്നെയാണ്. അതേത് ഭാഗത്തേക്കാണ് ചെതറി എത്താന്നറിയില്ല. പലരും പല രീതിയിലെത്തുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ഷിർക്ക് വരൂല, ഞങ്ങളൊക്കെ ഇതിൽ ഏറ്റവും പ്രൊട്ടക്റ്റഡായ ആൾക്കാരാണ്, ഒരിക്കലും ഷിർക്ക് ഞങ്ങളിലേക്ക് എത്തൂല എന്ന് പറഞ്ഞ് പണ്ട് ഖുറാഫികൾ നടക്കുന്നത് പോലെ ഇന്ന് നവഖുറാഫികൾ നടക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഒരിക്കലും വരില്ല. അത് ഒരു കിബറിൻ്റെ വർത്താന, ഞങ്ങൾക്ക് ഷിർക്ക് വരൂല എന്നും. എത്ര ഉദാഹരണം വേറെയുണ്ട്. കഅബത്തിന് ഉദാഹരണം അതിന് അല്ലേ? അതിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും പഠിച്ചവൻ്റെ നിർദ്ദേശപ്രകാരം കഅബ പുനർനിർമ്മിക്കുന്നത്. നിർമ്മിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് നിർമ്മിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടിയിട്ടും, അല്ലാഹു അക്ബർ പറയാൻ വേണ്ടിയിട്ടും, അല്ലാഹു അഹദ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിർമ്മിച്ചത്. മക്കം വിജയത്തിൻ്റെ അന്ന് റസൂലുള്ള കഅബത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ആരെ ബിംബം ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ? ഇബ്രാഹിം നബീൻ. അള്ളാഹനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ കഅബത്തിൻ്റെ ഉള്ളിലാണ് പറഞ്ഞ ആളെ വിഗ്രഹം ഉണ്ടാകുന്നത്. നിങ്ങൾ നോക്കിയേ, ഇതാണ് സ്നേഹിച്ച് സ്നേഹിച്ച് ആദരിച്ച് ആരാധനയിലേക്ക് എത്തുന്നത്. ഇത് നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങളും ഞാനും ഒക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇവിടുന്നല്ല, നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലേ, ഓരോന്നിൻ്റെ വിഷയത്തിലും നമ്മൾ ഷിർക്കിലേക്ക്. ഞാൻ എങ്ങനെ ഉദാഹരണം പറയണമെന്ന് എനിക്കറിയില്ല. ഒരു വീടുണ്ടാക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, അതിനെ കുറ്റിയടിക്കുന്ന സമയം മുതൽ ഷിർക്കുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിലേക്കും വിശ്വാസത്തിലേക്ക് എനിക്കുണ്ടാകലുണ്ട് അല്ലേ? അത് വെക്കുന്നതും അതിൻ്റെ മൂല നിർണ്ണയിക്കുന്നതും അതിനെ കിണർ കുഴിക്കുന്നതും അത് മാറ്റി അടുക്കള വേറെ ഭാഗത്തേക്ക് ഒക്കെ ഏത് വിശ്വാസം വന്നിട്ടാ? ഷിർക്കിൻ്റെ വിശ്വാസങ്ങൾ വന്നിട്ടാ അല്ലേ? അതുപോലെ തന്നെ ഇവിടെ സുഖമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ഇവിടെ നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, ഇവിടെ അപ്പുറത്തവൻ്റെ ജോലി നഷ്ടപ്പെടാനും വേണ്ടിയിട്ടും, മോൻ്റെ കട പൂട്ടിക്കാനും എൻ്റെ കട തുറക്കാനും വേണ്ടിയിട്ടും ചെയ്യുന്നത് തന്നെയാണ് ഷിർക്കിൻ്റെ പണി തന്നെയാണ്. നാട്ടിൽ നിന്ന് ഇങ്ങനെ കൊടുത്തേച്ചുകൂടാ, ഇങ്ങനെ കൊടുത്തേക്കുക. ഈ നാട്ടിൽ ഇതൊക്കെ തെറ്റാന്നറിഞ്ഞിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ ഇതിനു വേണ്ടി മാത്രം വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ഷിർക്ക് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കണത്, മരിച്ച വീട്ടിൽ നടക്കുന്നു, ജനിച്ച വീട്ടിൽ നടക്കുന്നു, കല്യാണ വീട്ടിൽ നടക്കുന്നു, ഓരോ ചടങ്ങിലും അല്ലേ ഷിർക്കിൻ്റെ ആചാരങ്ങൾ, ജാറങ്ങളിലേക്ക് ഇങ്ങനെ പോയിട്ടും അവിടെ ജാറം മൂടിയിട്ടും എണ്ണ കൊളുത്തിയിട്ടും തിരി കൊളുത്തിയിട്ടും ഒക്കെ പ്രാർത്ഥിക്കുന്നു. അത് ആരോടാകട്ടെ സഹോദരങ്ങളെ, അത് പിന്നെ ഖബറാകട്ടെ, പിന്നെ തങ്ങളോ ബീവിയോ ആരോ ജിന്നോ ശൈത്താനോ മലക്കോ ആരോ ആകട്ടെ, എൻ്റെ റബ്ബിനോട് ചോദിക്കേണ്ട ഈ നാവ് കൊണ്ട് അള്ളാഹിൻ്റെ സൃഷ്ടികളോട് ചോദിക്കുന്ന രംഗം നമ്മൾക്ക് വരുമ്പോൾ അതേത് ഭാഗത്തേക്കും വരും. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹുവിനോട് പോലും റസൂലുള്ള പ്രാർത്ഥന പഠിപ്പിക്കുന്നത്, അബൂബക്കറെ റബ്ബിനോട് പ്രാർത്ഥിച്ചോ, ഞാൻ അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്നതും അറിയാതെ ശിർക്ക് എന്നിലേക്ക് വരുന്നതിൽ നിന്ന് റബ്ബെ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ആരാ പഠിപ്പിക്കുന്നത്? റസൂലുള്ള. ആർക്കാ പഠിപ്പിക്കുന്നത്? സിദ്ദീഖുൽ അക്ബറിന് അല്ലേ? അറിഞ്ഞും അറിയാതെയും വരും. അറിഞ്ഞിട്ട് മാത്രമല്ല ശിർക്ക് വരും, അറിയാതെയും വരും.
അതുകൊണ്ട് ഉറപ്പിച്ച് പ്രാർത്ഥിച്ചോ. അതിന് തെളിവായത് ജൂത, നിങ്ങൾ ഈ തൗറാത്തിൽ നിങ്ങൾ ഓക്കെ എന്ന് പറയുന്നില്ലേ, നിങ്ങൾ എന്തൊക്കെയെന്ന് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്ത് തൗറാത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്നാണ് പറഞ്ഞത്? 40 ദിവസം മാറി നിൽക്കുമ്പോഴത്തേക്ക് സുമ്മത്തഖത്തുമുൽ ഇജ്ല മിൻ ബഅദി, അതിനുശേഷം നിങ്ങൾ എന്തുണ്ടാക്കി? ഒരു പശുക്കുട്ടീനെ ഉണ്ടാക്കി ആരാധിച്ചു. പടച്ചവൻ്റെ ശാപത്തിനും കോപത്തിനും വിധേയരായി. അള്ളാഹു നിങ്ങളുടെ തൗബ സ്വീകരിച്ചു അല്ലേ? എന്നിട്ട് പറയാ വ ഇത് അഖദ്നാ മീസാഖക്കും. ഓതുമ്പോൾ അഖസ്ന എന്ന് ഓതരുത് കേട്ടോ. എന്താ ഓതേണ്ടത്? വ ഇത് അത് കണ്ടില്ലേ അല്ലേ? വ ഇത് അഖദ്നാ, വ ഇത് അഖദ്നാ മീസാ, ഒക്കെ ലൈറ്റായിട്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്. മീസാഖക്കും, വ ഇത് അഖദ്ന, നാം വാങ്ങിയ സന്ദർഭം. മീസാഖക്കും, നിങ്ങളുടെ കരാർ, നിങ്ങളുടെ ഒരു ഉറപ്പ് വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ, അഥവാ പടച്ചോനിക്ക് നിങ്ങൾ ഒരു ഉറപ്പ് കൊടുത്ത സന്ദർഭം. എന്നിട്ടോ വറഫഅനാ, നാം ഉയർത്തുകയും ചെയ്തു. ഫൗഖക്കും, നിങ്ങൾക്കു മീതെ. അത്തൂർ, തൂർ പർവ്വതത്തെ. എന്താ തൂർ പർവ്വതത്തെ ഉയർത്തി? നാം മുമ്പ് വന്നതായത് ഈ ആയത്ത് വന്നിരുന്നു. അഥവാ ഇവർ പല നിലക്കും അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നു, മൂസാ നബിയോട് നന്ദികേട് കാണിക്കുന്നു. തൂർ പർവ്വതത്തെ അള്ളാഹ് തലക്ക് മേലെ ഉയർത്തി കാണിച്ചു കൊടുത്തു. അഥവാ ഞങ്ങളുടെ തലയിലേക്ക് ഇത് വന്ന് വീഴുമെന്ന് പേടിക്കുന്നൊരവസ്ഥ വരെ ഉണ്ടായി അല്ലേ? പല സമയത്ത് പല രീതിയിലും ഇവരുടെ നന്ദികേട് പല നിലക്കും വന്നിട്ടുണ്ട്. അള്ളാഹിനെ പ്രത്യക്ഷത്തെ കാണാതെ വിശ്വസിക്കൂല, ഇന്ന് പിന്നെ ഭക്ഷണങ്ങൾ തരാതെ വിശ്വസിക്കൂല, ഓരോ ദൃഷ്ടാന്തങ്ങൾ അല്ലേ പലതും കാണിച്ചു കൊടുക്കും. അതുപോലത്തെ അവർക്ക് കാണിച്ച എന്താണ് ഒരു ദൃഷ്ടാന്തമായിരുന്നു ഈ പർവ്വതത്തെ. നമ്മൾ മുമ്പ് അത് പറഞ്ഞു കഴിഞ്ഞതാ. തൂർ പർവ്വതത്തെ, മലയെ ജൂതൻ്റെ തലയുടെ മുകളിലേക്ക് ഇങ്ങനെ നിർത്തിക്കൊടുത്തിട്ട് ഇതിപ്പോൾ അവരുടെ തലയ്ക്ക് മേലെ വന്ന് വീഴുമെന്ന് പേടിച്ചവർ അങ്ങനെ മരിക്കുമെന്ന് വരെ പേടിച്ചൊരു സന്ദർഭം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാണ്, നിങ്ങൾക്ക് തന്ന ഈ തൗറാത്ത്, നിങ്ങൾക്ക് ലഭിച്ച ഈ ഗ്രന്ഥം ഉണ്ടല്ലോ, ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഹുദു, നിങ്ങൾ പിടിക്കുക. മാ ആതീനാക്കും, നാം നിങ്ങൾക്ക് നൽകിയതിന് നിങ്ങൾ പിടിക്കുക. ബിഖുവ, ശക്തിയിൽ പിടിച്ചോ. തൗറാത്ത് നിന്ന് മാറിപ്പോകല്ലേ. ഇത് നിങ്ങളോട് മുമ്പ് പറഞ്ഞതാ. പക്ഷെ ആ സമയത്ത് നിങ്ങൾ എന്ത് പറഞ്ഞു? അതിൻ്റെ കൂടെ വസ്മഉ, നിങ്ങൾ ശരിക്കും എന്ത് ഇത് കേട്ട് മനസ്സിലാക്കുക. നിങ്ങൾ നന്ദികേട് കാണിക്കല്ല. ഇത് നിങ്ങൾ ഒരു ഉറപ്പ്, ജൂതൻ്റെ അടുത്ത് നല്ല വാങ്ങിയത് ഉറപ്പാണ്. അഥവാ എല്ലാ നിലക്കും ഈ തൗറാത്ത് തെറ്റി ജീവിക്കല്ലേ, ഇത് കേട്ട് പഠിച്ച് നിങ്ങൾ നിൽക്ക് എന്നൊക്കെ പറഞ്ഞ ആ സന്ദർഭത്തിൽ കാലു, ജൂതൻ്റെ മറുപടി അന്നെന്താണെന്നറിയോ? സമീഅന, ഞങ്ങൾ കേട്ടു, വ അസൈന, ഞങ്ങൾ ധിക്കരിച്ചു. ഇതാണ് ജൂതൻ്റെ മറുപടി. ഇത് മദീനത്ത് നിന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതൻ അങ്ങോട്ട് കൊടുക്കുക. നിങ്ങൾ എൻ്റെ ഖുർആനിൽ വിശ്വസിക്കൂല, തൗറാത്തിൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞിട്ട് വലിയ ആളാകുകയാണല്ലോ, തൗറാത്തിൻ്റെ ആളുകളാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങൾ മുമ്പ് ചെയ്ത കുറച്ച് പണികളായത്, നിങ്ങളെ നേതാക്കന്മാരും നിങ്ങളെ പൂർവ്വകാല ആൾക്കാരും ചെയ്ത പണിയാ. അള്ളാഹുവിൻ്റെ കൽപ്പന കേൾക്കണേ എന്ന് പറഞ്ഞപ്പോൾ സമീഅന, ഞങ്ങൾ കേട്ടു, വഅസൈന, ഞങ്ങൾ ധിക്കരിച്ചു. ഓരോ സമയത്തും ഗൈറിൽ മഗ്ലൂബി അലൈഹിം, നിൻ്റെ കോപത്തിന് വിധേയമായ ജൂതൻ്റെ മാർഗത്തിൽ നീ ഞങ്ങൾ ആക്കല്ലേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്വഭാവം എനിക്ക് ഉണ്ടാകല്ലേ എന്ന് നാം പ്രാർത്ഥിക്കും. നമ്മൾ എപ്പോഴെങ്കിലും പഠിച്ചു വെച്ചോ? നമ്മളും അങ്ങനെ തന്നെയാണ് അല്ലേ? ജൂതൻ നശിപ്പിക്കപ്പെടാനുള്ള കാരണം എന്താ? ജൂതൻ അള്ളാഹിൻ്റെ കൽപ്പനയൊക്കെ കേട്ടിട്ടുണ്ട്. കൊടുത്ത മറുപടി എന്താ റബ്ബിനോട്? വഅസൈന, എന്താർത്ഥം പറ? വഅസൈന, ഞങ്ങൾ ധിക്കരിച്ചു. മുസ്ലിങ്ങൾ അല്ലേ, ബദറിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ യാദൃശികമായിട്ടാണ് ഒരു യുദ്ധത്തിന് ഇറങ്ങേണ്ടി വന്നത്. റസൂലുള്ള ഒരിക്കലും യുദ്ധത്തിനല്ല പോയത്, കച്ചവടം തടുക്കാനാണ് പോയത്. പക്ഷെ അള്ളാഹിൻ്റെ ഉദ്ദേശം കച്ചവടം തടുപ്പിക്കലല്ല, അവിടെ വേറെ പലതും നടക്കേണ്ടതുണ്ട്. അതാണ് അള്ളാഹിൻ്റെ ഉദ്ദേശം. പെട്ടെന്ന് യുദ്ധത്തിലേക്ക് എത്തുകയാണ്. യുദ്ധത്തിലേക്ക് എത്തുമ്പോൾ പിന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അൻസാരികളോടും മുഹാജിറുകളോടും അഭിപ്രായം ചോദിക്കുന്നു. മുഹാജിർ സമൂഹമേ, ഇതാ ഒരു യുദ്ധം മുമ്പിലാണുള്ളത്, എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ അവർ പറഞ്ഞത്? റസൂലേ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഓക്കെ, ഞങ്ങൾ റെഡിയാണ് അല്ലേ. അൻസാരികളും ചോദിക്കുന്നു അൻസാരികളോട്. എന്തിനാണ് ചോദിച്ചത്? അൻസാരികൾ എന്ന് വെച്ചാൽ മദീനത്തെ ആൾക്കാരല്ലേ. മദീനത്തെ ആൾക്കാരായ അൻസാരികളോടൊരു കരാറുണ്ടായിരുന്നു റസൂലുള്ള മദീനത്ത് എത്തുമ്പോൾ. മദീനക്കുള്ളിൽ വെച്ച് പുറത്തുനിന്ന് ആര് നമ്മൾ ആക്രമിക്കാൻ വന്നാലും മദീനത്തെ എല്ലാവരും നമ്മളെ സഹായിക്കണം. മദീനക്ക് പുറത്താണെങ്കിൽ ഈ കരാറ് പ്രാബല്യത്തിലില്ല, മദീനക്കാർ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അൻസാരികളോട് ചോദിക്കുന്നു, ബദർ മദീനക്ക് പുറത്താണ്, 160 കിലോമീറ്റർ അപ്പുറത്താണ്.
മദീന ബൗണ്ടറിക്ക് പുറത്താണ്. അതുകൊണ്ടാണ് അഭിപ്രായം ചോദിക്കുക അൻസാരികൾ, ഇത് എങ്ങനൊരു യുദ്ധത്തിൻ്റെ സാഹചര്യം വരികയാണ്, നമ്മളെന്താ ചെയ്യേണ്ടത്? റസൂലേ, ബനൂ ഇസ്രായേൽക്കാർ മൂസാ നബിയോട് പറഞ്ഞ മറുപടി പോലെ ഞങ്ങൾ ആരോട് പറയൂല? നിങ്ങളോട് പറയൂല. അവരെന്താ പറഞ്ഞത് ബനൂ ഇസ്രായേൽക്കാർ മൂസാ നബിയോട്? സമീന, ഞങ്ങൾ കേട്ടു, വഅസൈന, ഞങ്ങൾ എന്ത് ചെയ്തു? ധിക്കരിച്ചു. പക്ഷെ ഞങ്ങളെന്താ പറയുന്നത്? സമീന വ അത്വഅന. മുസ്ലിങ്ങളെ മറുപടി അതാ, ഞങ്ങൾ കേട്ടു, ഞങ്ങളനുസരിച്ച്. നബിയെ, കടൽ മുറിച്ച് കിടക്കേണ്ടി വന്നാലും ഞങ്ങൾ എന്ത് ചെയ്യും? കടൽ മുറിച്ച് കിടക്കും. ഇതാ മുസ്ലിമിൻ്റെ മറുപടി. പക്ഷെ ഇത് നമ്മൾ ചരിത്രത്തിൽ കേൾക്കാൻ സുഖമാണ്. ഇന്ന് നമ്മളെ മറുപടി പലപ്പോഴും ജൂതൻ്റെ മറുപടിനേക്കാൾ അപ്പുറത്താണ്, അല്ലേ? നിസ്കാരം അത് സമീന അത്വഅന, പക്ഷേ ഇച്ചിരി പ്രയാസമുണ്ട് ചില നിസ്കാരം. സക്കാത്ത് അത് അസൈനന്നെ, അത് ഞങ്ങൾ കേട്ടിട്ടും കൂടിയില്ല, ധിക്കരിച്ചു. അത് നമ്മൾ, അല്ലേ? ഹജ്ജോ അത് ചെറിയ 4 വയസ്സുള്ള മോള് വലുതാകുന്നുണ്ട്, അത് പ്രായപൂർത്തിയെത്തി കല്യാണമൊക്കെ കഴിഞ്ഞ് കഫമ്പുട വരെ റെഡിയാക്കി വെച്ച് ശ്വാസം കഴിക്കാൻ ശക്തിയില്ലാത്ത സമയത്ത് പോകാൻ തീരുമാനിച്ചു, അത് അസൈന. ഒക്കെ നമ്മളിങ്ങനെയാണ്. ജൂതനും നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം, അല്ലേ? നമുക്കിഷ്ടമുള്ളതൊക്കെ നമ്മളെന്ത് ചെയ്യും? സ്വീകരിക്കും. ഇങ്ങോട്ട് കിട്ടുന്നതൊക്കെ സ്വീകരിക്കും. നമ്മൾ അങ്ങോട്ട് മുക്കാൽ ചിലവാക്കിയിട്ടോ ഇച്ചിരി അധ്വാനം ചിലവാക്കിയിട്ടോ നമ്മളെന്ത് ചെയ്യും? ഒന്നും ചെയ്യൂല, അല്ലേ? സാധാരണ നമ്മൾ ഉംറക്ക് പോകുമ്പോൾ പറയലുണ്ട്, ഒരു തമാശക്ക് പറയലുണ്ട്, നമ്മളൊക്കെ ഇപ്പോഴൊക്കെ പറയും റസൂലുള്ളാഹിൻ്റെ കാലത്ത് ജീവിക്കാൻ എനിക്കും കൊതിയുണ്ടായിരുന്നു, മദീനത്തൊക്കെ ബദറിലും ഉഹുദിലൊക്കെ പങ്കെടുത്ത് സഹാബികളെ പോലെയൊക്കെ ഒരു ഷഹീദാകാൻ എനിക്കും പൂതിയുണ്ട്. ആരായി പറയുന്നതെന്നറിയോ? ഒരു ഉംറക്ക് പോകുമ്പോൾ തല മൊട്ടടിക്കണം എന്ന് പറഞ്ഞാൽ നാട്ടിൽ മൂത്താപ്പാൻ്റെ മോളുടെ കല്യാണം നിശ്ചയിക്കാൻ നോക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഈ മുട്ടയും കൊണ്ട് എങ്ങനെയാണ് പോവുക? ഇത് പറയുന്ന ആളാണ്, അല്ലേ? ഇസ്ലാമിൻ്റെ ഒരു കൽപ്പന നമ്മൾ എന്ത് ചെയ്യൂല, നമുക്ക് ദോഷം ബാധിക്കുന്ന ഒന്നുമില്ല. എന്തൊക്കെ ന്യായം നമുക്കുണ്ടാകുക? ഒരു താടി വളർത്താൻ പറഞ്ഞാലുള്ള ന്യായങ്ങൾ നിങ്ങൾ നോക്കിയേ, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞുള്ള ന്യായങ്ങൾ നിങ്ങൾ നോക്കിയേ, ഡ്രസ്സ് ആണും പെണ്ണും ഇസ്ലാമിക ഡ്രസ്സ് ധരിക്കാൻ വേണ്ടി പറഞ്ഞാൽ നമ്മളെ ന്യായങ്ങൾ എന്തൊക്കെയാണ്, അല്ലേ? ഇന്ന് ലോകത്ത് കാണുന്ന വിനോദങ്ങൾ പലതുമുണ്ട്, നമ്മൾക്ക് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ പലതുമുണ്ട്. ഈ കാണാൻ പറ്റാത്തതിൻ്റെ മുമ്പിലൊക്കെ നമ്മൾ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കണം. എന്താ നമുക്ക് ന്യായം, അല്ലേ? എന്തൊക്കെ ഹദീസൊക്കെയാണ് വരിക? ഇന്നല്ലാഹ ജമീൽ എന്നൊക്കെയുള്ള ഹദീസ് ഒരൊറ്റ ഹദീസും പറയില്ലെങ്കിലും ആ ഹദീസ് എല്ലാവർക്കും മനപ്പാടാ. അള്ളാഹ് ഭംഗിയുള്ളവനാണ്, അള്ളാഹ്ക്ക് ഭയങ്കര ഭംഗി ഇഷ്ടമാണ്. ഇതെന്തിനാ? ഓരോ തോന്നിയാസത്തിന് പഠിക്കാൻ, അല്ലേ? ഓരോരുത്തർ ഈ നിലക്കാണ് ഓരോന്നിനും വ്യാഖ്യാനിക്കും. നിങ്ങൾ ഓരോന്ന് നോക്കി നോക്കിയേ. ഞാൻ എന്നോട് ചോദിച്ചാൽ മതി, നിങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ മതി, ഓരോ സഹോദരിയും അവളോട് ചോദിച്ചാൽ മതി, ആരെ നോക്കണ്ട. ഇസ്ലാമിൻ്റെ എത്ര കൽപ്പനകൾ സമീഅന വ അത്വഅന എന്ന് നമുക്ക് പറയാൻ പറ്റും? ഞാൻ കേട്ടു, ഞാൻ അനുസരിച്ചു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര കൽപ്പനകൾ നമ്മൾ സമീഅന വ അസൈനാക്കിയിട്ടുണ്ട്, അല്ലേ? റമളാൻ വരുമ്പോൾ ഒക്കെ അത്വഅനയാണ്. ചൊവ്വാല ഒന്നായാലോ എല്ലാം ശരിയായി കഴിഞ്ഞു. ഇതാ നമ്മൾ വിചാരിക്കേണ്ട ജൂതൻ അള്ളാൻ്റെ ശാപത്തിനും കോപത്തിനും വിധേയമായത് ഈ തോന്നിവാസം അവരിൽ ഉണ്ടായത് കൊണ്ടാണ്. ഇത് നമുക്ക് വരുമെന്ന് പറഞ്ഞത് റസൂലുള്ളയാ, അല്ലേ? ചാണിന് ചാണായി ഈ സ്വഭാവം നിങ്ങൾ പിൻപറ്റും, മുഴത്തിന് മുഴമായി പിൻപറ്റും, എന്തും പിൻപറ്റും. ഉടുമ്പിൻ്റെ മാളത്ത് നിങ്ങൾക്ക് കയറാൻ പറ്റൂല, പക്ഷേ ജൂതൻ കയറിയാൽ നിങ്ങളും കയറും. അത്ര നിങ്ങൾ അവരെ പിൻപറ്റും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചോ. അതുകൊണ്ട് ജൂതനോട് അള്ളാഹുവിൻ്റെ ഖുർആൻ അവർ പറഞ്ഞ് സമീഅന വ അസൈന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ ധിക്കരിച്ചു. എന്തുകൊണ്ടെന്നറിയോ? വ ഉശ്രിബു, അവർക്ക് കുടിപ്പിക്കപ്പെട്ടു, ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ, അൽ ഇജ്ൽ പശുക്കുട്ടി, ആ പശുക്കുട്ടിയെ അവരുടെ ഹൃദയങ്ങളിൽ കുടിപ്പിക്കപ്പെട്ടു, ബി കുഫ്രിഹിം, അവരുടെ ആ വിശ്വാസം കൊണ്ട്. എന്താ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്നറിയാം? കൽപ്പന ധിക്കരിക്കുന്നത് ഈ പശുക്കുട്ടിയെ കുടിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അയാൾ പൈസയിൽ മുങ്ങിക്കുളിച്ചാളാന്നൊക്കെ പറയും നമ്മൾ. ഓൻ്റെ ദൈവം എന്താണ്? പൈസയാണ്, അല്ലേ? ഓനതിൽ തോന്നിയാസിൽ മുങ്ങിക്കുളിച്ചാളാ, ഓൻ നന്നാകൂല. അതുപോലെ ഈ പശുക്കുട്ടിയോടുള്ള ഇവരുടെ ഇഷ്ടം, പ്രേമം, അതോടുള്ള ആരാധനാ മനോഭാവം, അതാണ് ഈ അവരുടെ ഈ അവിശ്വാസം കൊണ്ട് അതിങ്ങനെ കുടിപ്പിക്കപ്പെട്ട് കഴിഞ്ഞ് ഇനി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഒരു കൽപ്പന അംഗീകരിക്കാൻ കഴിയൂല. ഇതാണ് അവിശ്വാസം മനസ്സിൽ കിടന്നാലും കുഫ്ർ മനസ്സിൽ കിടന്നാലും ഒരു അന്ധവിശ്വാസം മനസ്സിൽ കിടന്നാൽ പോവില്ല, പിന്നെ ഒരിക്കലും പോവില്ല. അത് ഓരോരുത്തരും നമ്മൾ സ്വന്തം വിചാരിച്ചൊക്കെ മതി, അല്ലേ? അത് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഡൗട്ടവിടെ ഇങ്ങനെ ബാക്കി വെച്ച് വയ്ക്കും. അതുകൊണ്ടാണ് ജൂതർ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം. ഖുൽ, പറഞ്ഞോ റസൂലേ, ബിഇസമ, എത്ര മോശമാണ്, യഅ്മുറുക്കും ബി, അവരോട് കൽപ്പിക്കുന്നത്, അഥവാ നിങ്ങളോട് കൽപ്പിക്കുന്നത് എത്ര മോശമാണ്, ഈമാനിക്കും, നിങ്ങളുടെ വിശ്വാസം.
നിങ്ങളുടെ ഈ അവിശ്വാസമാണ് നിങ്ങളോട് ഇതൊക്കെ ഈ കൽപ്പന ധിക്കരിക്കാൻ, അള്ളാൻ്റെ കൽപ്പന ധിക്കരിക്കാനൊക്കെ പറയുന്നത് അല്ലേ? അതുകൊണ്ട് നിങ്ങളുടെ ഈ കുഫർ എത്ര മോശമെന്നറിയോ? ഇൻ കുന്തു മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ അവിശ്വാസം എത്ര മോശമാണ് എന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുർആനൊക്കെ ഓതി കൊടുക്കുമ്പോൾ ഇവർ പറയാണ്, സത്യത്തിൽ ആരാണ് സത്യത്തിൻ്റെ ആളുകൾ? ജൂതന്മാർ. നിങ്ങളെ പറയുന്ന എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇത് സ്വന്തം മക്കളറിയുന്നത് പോലെ ഇത് റസൂലുള്ളാണെന്നറിയാം. പക്ഷെ നിങ്ങൾക്കുണ്ടാകുന്ന ഈ അവിശ്വാസം, ഇന്നും ജൂതൻ ഇസ്ലാമിലേക്ക് വരാൻ കഴിയുന്ന ഖിബ്ര, നമ്മുടെ അവരുടെ വിശ്വാസം ജസ്റ്റ് ഒന്ന് നമ്മൾ താരതമ്യം പഠനം ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ബാക്കി അമ്പിയാക്കളിൽ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ വിശ്വാസം അവർക്കുമുണ്ട്. നമ്മളെപ്പോലെ പരലോക വിശ്വാസം അവർക്കുമുണ്ട്, നമ്മളെപ്പോലെ സ്വർഗനരക വിശ്വാസം അവർക്കുമുണ്ട്. നമ്മുടെ അതേ അമ്പിയാക്കൾ അതേ പേരിൽ അവരെന്ത് ചെയ്യുന്നു? അതേ വിശ്വാസം വെച്ച് പുലർത്തുകയും ചെയ്യുന്നു. അഹങ്കാരം കൊണ്ട് ഇന്ന് ലോകത്ത് മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറി. നമുക്ക് അള്ളാൻ്റെ ഖുർആൻ നിങ്ങൾ നോക്കിയേ, ഇത്രത്തോളം പഠിച്ചവൻ പറഞ്ഞൊരു സമൂഹം ഖുർആനിലില്ല. ഇത്രത്തോളം നമ്മളെപ്പറ്റി പറഞ്ഞിട്ടില്ല അല്ലേ? നമ്മളെപ്പറ്റി പറഞ്ഞിട്ടില്ല. ആ സമൂഹത്തെപ്പറ്റി അള്ളാഹു ഒരു സൂറത്തന്നെ ഇറക്കി കൊടുത്തിട്ടുണ്ട്, ഇസ്രായേൽ അല്ലേ? അത്ര പഠിച്ചോൻ അനുഗ്രഹം ചുരിഞ്ഞു കൊടുത്തൊരു സമൂഹം. അതുപോലെ ലോകത്ത് ഇത്രത്തോളം അള്ളാഹിനോട് നന്ദി കെട്ടൊരു വിഭാഗം വേറിട്ടില്ല എന്താനും. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം നിങ്ങളങ്ങനെ ആകാതിരിക്കാനാണ്. അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹം അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അതേ റസൂൽ തന്നെ പറയുന്ന ഭാഗം ഇതിനെ ചേർത്തി വായിക്കണം. നമ്മളങ്ങനെ ആകും. ജൂതനേക്കാൾ അവൻ്റെ പിന്നാലെ നമ്മൾ എന്ത് ചെയ്യും? പോവുകയും ചെയ്യും. ഇതാണ് ഖുർആൻ അവർക്ക് കൊടുക്കുന്നൊരു മറുപടി. പിന്നെ ഖുൽ, പറയൂ പ്രവാചകർ അവർക്ക്, അവരാണല്ലോ ഖുർആനിൽ വിശ്വസിക്കൂല, മുമ്പ് വന്ന തൗറാത്തിലേക്ക് വിശ്വസിക്കുമെന്നൊക്കെ പറയുന്നത്. ഇൻ കാനത്ത് ലക്കും, നിങ്ങൾക്കാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾക്കാണെങ്കിൽ, അദ്ദാറുൽ ആഖിറ, പരലോക ഭവനം, ദാറ് വീട് അല്ലേ, അൽ ആഖിറ പരലോക ഭവനം ഉദ്ദേശിക്കുന്നത് സ്വർഗാട്ടോ. ഒരു പരലോകം എന്ന പരലോക ഭവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗം. നിങ്ങൾ പറയുന്നത് ജൂതനാകാതെ സ്വർഗത്തിൽ കടക്കൂല അല്ലേ? ലയദ്ഖുലൻ ജന്ന, ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല ഇല്ല ഹൂദൻ ഔ നസ്റാനിയ, ജൂതനോ ക്രിസ്ത്യാനിയോ അല്ലാതെ നിങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അത് സത്യാണെങ്കിൽ കുൽ ഇൻ കാനത്ത് ലക്കുമുദ്ദാറുൽ ആഖിറ, പരലോക ഭവനം നിങ്ങൾക്കാണെങ്കിൽ, ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ, ഖാലിസ്വ, സ്പെഷ്യലായി നിങ്ങൾക്ക് മാത്രമായി സ്വർഗം, നിങ്ങളുടെ കുത്തകയാണ് ഈ സ്വർഗ്ഗമെങ്കിൽ. നിങ്ങൾ അങ്ങനെയല്ലേ പറയുന്നത്? ഞങ്ങളതിൻ്റെ ആൾക്കാർ സുൽത്താനെ കളിയാക്കുന്നത്, മുസ്ലിങ്ങളെ കളിയാക്കുന്നില്ലേ നിങ്ങൾ? നിങ്ങളുടെ മാത്രമായി സ്വർഗ്ഗമെങ്കിൽ. ഒരു വെല്ലുവിളിയാണ് ഖുർആൻ്റെ. മിൻ ദൂനിന്നസ്, മറ്റ് ജനങ്ങളെ കൂടാതെ. ഫതമന്നൗൽ മൗത്ത്, നിങ്ങളൊന്ന് മരണത്തെ കൊതിക്ക്. ജനങ്ങൾക്ക് ആർക്കും സ്വർഗ്ഗമില്ല. ജൂതന്മാർ പറയാൻ നിങ്ങൾക്ക് മാത്രമേ സ്വർഗ്ഗമുള്ളൂ. ആ സ്വർഗം കിട്ടാൻ നിങ്ങൾക്കല്ലേ പൂതി വേണ്ടത്? എന്നാൽ നിങ്ങളെന്ത് ചെയ്യും? പെട്ടെന്നൊന്ന് മരിപ്പിക്കാൻ വേണ്ടി വിചാരിക്കുക. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്വർഗം കിട്ടുമല്ലോ. അങ്ങനെ വിചാരിച്ച് ഒന്ന് നിങ്ങൾ കരുതി നോക്കിയേ. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ മരിക്കാൻ കൊതിക്ക് ജൂത. നബി പറയാ, നിങ്ങൾ പരലോകത്ത് ഒരാൾക്കും സ്വർഗ്ഗമില്ല, നിങ്ങൾക്ക് സ്പെഷ്യലാണ് സ്വർഗം. അള്ളാൻ്റെ സ്പെഷ്യൽ പരിഗണനയുള്ള ആൾക്കാർ, അള്ളാൻ്റെ മുഹബ്ബത്ത് കിട്ടുന്ന അള്ളാൻ്റെ മുഖറബീങ്ങളാണ് നിങ്ങൾ പറയുന്നത്. എങ്കിലും നിങ്ങൾ ഒറ്റൊരു കാര്യം ചെയ്യേ, നിങ്ങളൊന്ന് മരിക്കാൻ പൂതി വെച്ചാൽ മതി. പക്ഷെ അല്ല പറയാ, ഇവരുടെ മനസ്സറിയുന്ന അല്ല പറയാ, വലയതമന്നൗഹു അബദ. ലൻ എന്നത് മുലാരിയായ ഫെയിലിൻ്റെ മുമ്പ് വന്നാൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും അങ്ങനെ ചെയ്യൂല എന്ന്. ഇപ്പം ലൻ അക്ദിബ, ഞാൻ ഒരിക്കലും എന്ത് ചെയ്യൂല, കളവ് അറിയൂല എന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഒന്നുമില്ല അല്ലേ? അബദൻ, അതാ അതിൻ്റെ ഉദ്ദേശം, ഒരിക്കലും. അതുകൊണ്ട് തന്നെ പഠിച്ചവൻ്റെ അടുത്ത ആൾക്കാരാ സ്വർഗം ഞങ്ങൾക്കാ എന്നൊക്കെ പറയുമ്പോൾ ഒറ്റൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്, എന്നാൽ മരിക്കാൻ നിങ്ങളൊന്ന് വിചാരിക്കുക. പക്ഷെ ജൂതനെ പറ്റി അള്ളാഹ് പറയാ, വലയതമന്നൗഹു അബദ, ജൂത ഒരിക്കലും എന്ത് ചെയ്യൂല, മരിക്കാൻ പൂതി വെക്കൂല. കാരണം ജൂതന് ഉറപ്പാ മരിച്ചാൽ സ്വർഗം കിട്ടൂല. ഈ തോന്നിയാസം കൊണ്ട് അവനിക്ക് ഉറപ്പായത് ബിമാ ഖദ്ദമത് ഐദീഹിം, അവർ മുൻകൂട്ടി ചെയ്ത് വെച്ചത് കൊണ്ട്. അഥവാ അവർ തങ്ങളുടെ കൈകൾ കൊണ്ട് ഈ ദുനിയാവിൽ പ്രവർത്തിച്ച കുറേ തോന്നിവാസങ്ങളുണ്ട്. ഏത് കടലിലാ ജൂതൻ കഴുക ഈ പാപങ്ങളൊക്കെ?
അല്ലേ? ജൂതൻ്റെ കൈകൊണ്ട് മരിച്ച അമ്പിയാക്കൾ എത്രയാ ലോകത്ത്. മറ്റൊരു സമൂഹവും ചെയ്യാത്ത തോന്നിവാസങ്ങളാണ് ഈ ലോകത്ത് ഇത്രയും നന്ദി കെട്ട ആളുകളായി ജൂതന്മാർ ചെയ്തത്. നമുക്ക് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് വായന ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഈ ആയത്തുകളുടെ വ്യാഖ്യാനം വായിക്കുമ്പോൾ അമാനി മൗലവിക്ക് ഒരു പ്രത്യേകതയാണ്. അതൊരു ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറിൻ്റെ ഒരു പതിപ്പാണിത്. ഓരോ ആയത്ത് വായിക്കുമ്പോൾ ഇതിനെപ്പറ്റി ഇന്ന സൂറത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ ആ സൂറത്ത് പോയി വായിച്ചു നോക്കിയേ. യാക്കൂബ് നബിയുടെ അവിടെ മുതലാണെന്നുള്ള ഇസ്രായേൽ സമൂഹം തുടങ്ങുന്നത്. ആ ചരിത്രം മുതൽ ഇന്നത്തെ ജൂതരാഷ്ട്രം അഥവാ 1948 ജൂതരാഷ്ട്രം ഇങ്ങനെ ഉണ്ടായി അതിനുശേഷം ഇന്ന് നിലവിലുള്ള ജൂതരാഷ്ട്രത്തിൻ്റെ അവസ്ഥകളെ പറ്റി വരെ നമ്മൾക്കൊരു പഠനം നടത്താം ഈ അമാനിമയുടെ തഫ്സീർ വെച്ചിട്ട്. ഞാനത് നിങ്ങളോട് സൂചിപ്പിക്കുക. റമദാൻ മാസം അല്ലാത്ത സമയത്തൊക്കെ ഇവിടെ അതിൻ്റെ കോപ്പിയുണ്ട്, നിങ്ങൾക്ക് ഇവിടെ വെച്ച് വായിക്കാം, അല്ലേ? നമ്മളത് വായിക്കണം. എങ്ങനെയാ ജൂതന്മാർ ഒരിക്കലും കൊതിക്കൂല, അവരത്ര തോന്നിവാസങ്ങൾ ഈ ദുനിയാവിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അൽബക്കറയിൽ നമ്മൾ ഓതിയിട്ടുണ്ട്, അല്ലേ? ഓരോ മരുഭൂമിയിലെത്തിയപ്പോൾ ഞങ്ങളിനി വിശ്വസിക്കൂല മൂസ നിന്നിലേക്ക്. എന്തിന്? ഈ തിന്ന ഭക്ഷണം മടുത്ത് ഞങ്ങൾക്ക് ബസൽ വേണം, തൂമ് വേണം, അല്ലേ? ഖുറാസ് വേണം, ഓരോന്നും പറയാം കൊടുക്കുകയാണ്. അത് വെള്ളത്തിന് ആവശ്യപ്പെട്ടപ്പോൾ പാറക്കടിച്ചപ്പോൾ 12 ഗോത്രത്തിന് 12 അരുവി അള്ള കൊടുത്തു, അല്ലേ? നന്ദി കെട്ട ഈ ജനതക്ക് 40 വർഷക്കാലം ഈ തീഹ്വനാന്തം ആ മരുഭൂമിയിൽ നിങ്ങൾ അലഞ്ഞ് തിരിയേണ്ടി വന്നു. എത്ര വട്ടം ഇവരുടെ തൗബ അള്ള സ്വീകരിച്ചു. കുരങ്ങുകളാക്കി, പന്നികളാക്കി, തവളകളെ കൊണ്ട് ശിക്ഷ ഉണ്ടായി. എത്രയോ ശിക്ഷകൾ ഈ ജൂത സമൂഹത്തിൽ അള്ളാഹിനെ വന്ന് കയറി ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഒക്കെ എന്തിനാ? ഇവർ കാണിച്ച നന്ദികേട് പടച്ചവനോട്. ഇത് നമുക്കിങ്ങനെ ഓതിത്തരെ അള്ളാൻ്റെ ഖുർആൻ, അത് നമ്മളോടിങ്ങനെ സംസാരിക്കുക. അതുകൊണ്ട് ഒരിക്കലും മരണം എന്ത് ചെയ്യൂല, അവരാഗ്രഹിക്കൂല. ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ മുൻകൂട്ടി ചെയ്തത് കാരണത്താൽ. വല്ലാഹു അള്ളയാകട്ടെ അലീമും ബിദ്ദാലിമീൻ, അക്രമികളെക്കുറിച്ച് ശരിക്കറിയുന്നവനാണ് അല്ലാഹു തആല. എനിക്ക് നിങ്ങളോടിത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ നമ്മൾക്ക് ഇറങ്ങുന്ന ആയത്തുകളെപ്പോലെ തോന്നാണിത്. ജൂതൻ ഒരിക്കലും മരണത്തെ കൊതിക്കൂല. നമ്മളോ? എന്തായാലും ഒന്നും ഉണ്ടാത്ത്. നമുക്ക് ധൈര്യമുണ്ടോ? സത്യത്തെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാം, നമുക്ക് ധൈര്യമുണ്ടോ? എന്താ പറയാത്തേ? ഇല്ല. എന്തുകൊണ്ടാണ് നമുക്കില്ലാത്തത്, അല്ലേ? ഞാനും പറയുന്നവരും കേൾക്കുന്നവരും എഴുതുന്നവരും വായിക്കുന്നവരും ഒക്കെ ചരിത്രങ്ങൾ ഇങ്ങനെ പറയലുണ്ട്, അല്ലേ? കാരക്ക തിന്നുമ്പോൾ ആ സ്വർഗത്തിലേക്ക് വേണ്ടി ബദറിലേക്ക് ഇറങ്ങാൻ വേണ്ടി നബി പറയുന്നത് യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നതല്ല. എന്താ പറയുന്നത്? സ്വർഗത്തിലേക്ക് ഇറങ്ങിക്കോ. കാരക്ക ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ കാരക്ക ചവക്കുന്ന സമയം കൊണ്ട് സ്വർഗം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കാരക്ക അതിങ്ങനെ തുപ്പിക്കളഞ്ഞിട്ട് ബദറിലേക്ക് ഇറങ്ങുന്നത്. എന്തിനാ ഇറങ്ങുന്നത്? സുഹൃത പറയാം, സ്വർഗത്തിലേക്ക് ഇറങ്ങിക്കോ നിങ്ങൾ. ഞാനിങ്ങനെ കാണുന്നുണ്ട് എൻ്റെ കണ്ണുകൊണ്ട് ഓരോ ശത്രുവും മുസ്ലിമിൻ്റെ വാള് കൊണ്ട് വെട്ടേറ്റ് പടഞ്ഞു വീണ് മരിക്കുന്ന ഭാഗം ഞാനിങ്ങനെ കാണുകയാണ്. നിങ്ങൾ ഇറങ്ങിക്കോ. ഓരോ സഹാബി ഇറങ്ങി ആ സ്വർഗത്തിന് വേണ്ടിയിട്ട്. കാരണം മരിച്ചാൽ സ്വർഗം ഉറപ്പാന്ന് അവർക്ക് ഉറപ്പാണ്. നമുക്ക് ഉറപ്പില്ല. നമുക്ക് മരിക്കാൻ പേടിയാണ്. മരിക്കാൻ പേടിയായിട്ടല്ല, ഒരു അമലും നമുക്കില്ലാത്തതുകൊണ്ട്. എന്നാൽ നമ്മളോ നന്നാക്കാൻ ശ്രമിക്കുകയില്ലേ? ഇത് നമ്മൾ പറയുമ്പോൾ ഇത്രയൊക്കെ അള്ള ജൂതനോട് പറഞ്ഞിട്ടുണ്ടോ എന്നല്ല ചിന്തിക്കേണ്ടത്. ഞാൻ എന്തായിരിക്കും പഠിച്ചോനെ ഈ ജൂതനേക്കാൾ അപ്പുറമായിരിക്കുമല്ലോ എൻ്റെ ആമിൽ നമ്മൾ ചിന്തിച്ചോക്കെ, അല്ലേ? എത്രയോ ആൾക്കാർ നമ്മുടെ കൂടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, കഴിഞ്ഞ റമദാൻ ടെൻറ്റുകളിലുണ്ടായിരുന്നു, ഇസ്ലാഹി സെൻ്ററുകളിലുണ്ടായിരുന്നു. പലരും ഇന്ന് നമ്മൾ നിൽക്കുന്ന ഭൂമിക്കടിയില, മണ്ണിനടിയില. അവർ അള്ളാഹിൻ്റെ അടുത്തേക്ക് പോയി. എന്തിന്? രക്ഷാശിക്ഷകൾ ഏറ്റുവാങ്ങാൻ. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ, സ്വർഗം കൊടുക്കുമാറാകട്ടെ. നമ്മൾക്കിപ്പോൾ ചിന്തിക്കാനുള്ള സമയമാണ്. നമ്മൾ പലതിനെപ്പറ്റിയും ചിന്തിക്കുമ്പോൾ ഇതും എനിക്കും പഠിച്ച് കൈ നീട്ടാൻ വരെ പറ്റുന്നില്ല നമുക്ക് ചിലപ്പോൾ, അല്ലേ? നമ്മൾ മുൻകാലത്ത് ചെയ്ത തെറ്റ് ഓർത്തിട്ട് പഠിച്ചവൻ്റെ മുമ്പിൽ കൈപൊന്തിക്കാൻ പറ്റുന്നില്ല. പണ്ഡിതന്മാർ പറയുന്നത് നിനക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പറ്റിയ? രാത്രി നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂല. എന്താ പറ്റാത്തെന്നറിയോ? പകൽ നീ ചെയ്ത തോന്നിയാസങ്ങൾ അത്രയാ. നിനക്ക് പകൽ പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, രാത്രി നീ ചെയ്ത തോന്നിയാസങ്ങൾ അത്രയാ. ഈ കൈ ഇങ്ങനെ പൊന്തിച്ചിട്ട് അള്ളാന്നല്ലേ വിളിക്കേണ്ടത്. നമ്മൾ അള്ളാന്ന് വിളിക്കുമ്പോൾ നമ്മൾ മനുഷ്യനാണെങ്കിൽ ഇത് ഇങ്ങനെ ചൊറിഞ്ഞു വരും, അല്ലേ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പിന്നെ ഹക്ക് എന്ന് പറഞ്ഞാൽ, സത്യം എന്ന് പറഞ്ഞാൽ, നന്മ എന്ന് പറഞ്ഞാൽ അത് സഅദത്താണ്.
അതൊരു അനുഭൂതിയാണ്. ഒരു നല്ല കാര്യം ആരും അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ വല്ലാത്തൊരു മനസ്സിന് സന്തോഷം. ആരും കണ്ടിട്ടില്ല, ഒരാളും കാണാതെ ഒരു സത്യം നമ്മൾ പറഞ്ഞു, ഒരു പാവപ്പെട്ടവനെ സഹായിച്ചു, മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഈ തെമ്മാടിത്തമുണ്ടല്ലോ, അത് ലജാജ, അത് നമ്മളെ മനസ്സിന് എപ്പോഴും ഇങ്ങനെ, ഞാൻ ഇത് ചെയ്താൽ ഓനറിയോ, ഇവളറിയോ, ഭാര്യ അറിയോ, ഉമ്മ അറിയോ, അപ്പരറിയോ, അള്ള കാണൂലേക്ക് നമ്മൾ ചെയ്യും. പക്ഷേ ചെയ്യുമ്പോഴും ചെയ്ത് കഴിഞ്ഞാലും സുഖം കിട്ടുമോ നമുക്ക്? ഒരിക്കലും. അതിങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും, അതിങ്ങനെ കറുത്ത പുള്ളിയായിട്ട് വന്നുകൊണ്ടേയിരിക്കും, അത് ഇടങ്ങാറുണ്ടാക്കും. അതിങ്ങനെ തോന്നിയ സേവുമ്പം പോകും, പക്ഷെ ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടാകും. ഒരാളെ കൊല്ലുമ്പോൾ, ഒരാളെ വെട്ടിപ്പിടിക്കുമ്പോൾ, നമ്മളൊരു കച്ചവടക്കാരനെ സങ്കല്പിച്ച് നോക്കിയേ, എൻ്റെ മുമ്പിൽ നിരപരാധിയായിട്ട് സത്യസന്ധമായിട്ട് ഒരു അറബി എൻ്റെ കസ്റ്റമറായിട്ട് വന്നിട്ട് ഞാനൊരു വസ്തു വിൽക്കുന്ന വ്യക്തിക്ക് അറിയാൻ ഞാൻ ഇയാളോട് പറഞ്ഞ വല്ലാഹിയും ഞാൻ ഇയാൾക്ക് വിൽക്കുന്നതും പൂർണ്ണമായിട്ട് ഇയാളെ ചതിക്കുന്നതാണ്. ഈ വ്യക്തി നാളെ പരലോകത്ത് എൻ്റെ മുമ്പിൽ വരും, ഉറപ്പ് വരും, ഇതറിയാം. എങ്ങനെയായി മനുഷ്യൻ പിന്നെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക അല്ലേ? നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ മുൻകൂട്ടി ചെയ്ത് വെച്ചത്, അഥവാ തഹിയ്യാത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഗഫിർലി ബിമാ ഖദ്ദംതു വമാ അഖർതു അല്ലേ? ഞാൻ മുൻകൂട്ടി ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത ഒരുപാട് തിന്മകളുണ്ട് അല്ലേ? അഖർതു എന്ന് പറഞ്ഞാൽ ചെയ്യാതെ വിട്ടേച്ചു പോയ ഒരുപാട് നന്മകളുമുണ്ട്, ഒരുപാട് നന്മകളുണ്ട്. എനിക്ക് ഒരു ഷറഹ് അങ്ങനെയാട്ടോ അല്ലേ, മുൻപിലും പിൻപിലും ഇട്ട് ചെയ്ത് പാവങ്ങൾ എനിക്ക് പുറത്തേറെന്ന് പറയുന്നില്ലേ, എനിക്ക് അതാ. നമ്മൾ ഒരുപാട് ചെയ്യാൻ ബാക്കിയുണ്ട്, ഒരുപാട് ചെയ്തിട്ടുമുണ്ട്. ചെയ്തത് മുഴുവനും തോന്നിയാസങ്ങളാണ്, ചെയ്യാത്തത് മുഴുവനും എന്താണ്? നന്മയാണ്. ഇതിനെ കൂടെ നമ്മൾക്ക് ഉപകാരത്തിന് വേണ്ടി പറയാണ്. നിങ്ങൾ അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് തന്ന് ഇസ്ലാഹി സെൻ്ററിലെത്തുന്നു, ഖുർആൻ പഠിക്കുന്നു, കേൾക്കുന്നു, റമദാൻ അടുത്ത് നമ്മളെത്തുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെയ്യുന്ന നന്മകൾ നിങ്ങളങ്ങനെ പതിവാക്കിക്കും. അള്ളാഹ്ക്ക് അതാ ഇഷ്ടം. നമ്മൾ ഒരുപാട് പദ്ധതികളുണ്ട്, ആവിഷ്കരിക്കും അല്ലേ, ഒരു ദിവസം നടപ്പാക്കും, രണ്ടാമത്തെ ദിവസം പണ്ടുള്ളതുകൊണ്ട് പോകും. നേരെ വെച്ചാൽ അള്ളാഹ്ക്ക് എപ്പോഴും ഇഷ്ടം എന്താണ്? അദ്വമുഹ വ ഇൻകല്ല, കുറച്ചാണെങ്കിലും പഠിച്ചോങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് കുറച്ചാണെങ്കിലും പതിവായി ചെയ്യുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ചെയ്യുക. പ്രാർത്ഥിക്കുമ്പോൾ ഈ മുൻകൂട്ടി ചെയ്തു വെച്ച ആ വാചകം ഓർമ്മിച്ച് വെച്ചോ. ദുആ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്താ പറയേണ്ടത്? ചെയ്ത തെറ്റുകളാണ്. നമ്മുടെ ആവശ്യം അള്ളാഹിനോട് ചോദിക്കുമല്ലോ. ആവശ്യം ചോദിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ എന്താ അള്ളാഹിനോട് പറയേണ്ടത്? എന്താണ്? ചെയ്ത പാപങ്ങൾ ഇങ്ങനെ എടുത്ത് പറയുക. അത് പറഞ്ഞതിൻ്റെ ശേഷം പാപങ്ങൾ അള്ളാഹിനോട് ഏറ്റുപറഞ്ഞ് അള്ളാഹ് പുറത്തു തരുമ്പോൾ അള്ളാഹ് പിന്നെ നമുക്ക് ഓരോ റഹ്മത്ത് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിച്ചോ, അള്ളാഹുവെ നൽകണേ എന്ന് അള്ളാഹിനോട് പറയുക. വല്ലാഹു അലീമുൻ ബിദ്ദാലിമീൻ, അള്ളാഹു തആല അക്രമികളെക്കുറിച്ച് നന്നായി അറിയുന്നവനാകുന്നു. എന്നിട്ട് അള്ളാഹ് പറയാണ്, വലതജിദന്നഹും, തീർച്ചയായും നിനക്ക് അവരെ കാണാം. അഥവാ അഹ്റസന്നാസി, ഈ ജൂത സമൂഹത്തെ നിനക്ക് എങ്ങനെ കാണാം? അഹ്റസന്നാസി, ഹിർസുള്ളവരായിട്ട്, അത്യാർത്തിയുള്ളവരായിട്ട് നിനക്ക് കാണാം. അന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അത്യാർത്തിയായിട്ട് അവരെ നിനക്ക് കാണാം. എന്തിൽ? അല ഹയാത്തിൻ, ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇവർ സത്യസന്ധരാണെങ്കിലും മരിച്ച് സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കേണ്ടത്. പക്ഷേ ഏറ്റവും കൂടുതൽ ദുനിയാവിനോടുള്ള മുഹബത്ത് ആർക്കാണ് ഉണ്ടാകുക? ജീവിക്കാൻ ജൂതർക്കാണ് ഉണ്ടാകുക. നിനക്ക് അങ്ങനെ കാണാം. ജനങ്ങളെക്കാൾ കാണാം എന്ന് മാത്രമല്ല, വമിനല്ലദീന അശ്റകൂ, ഷിർക്ക് ചെയ്തവരെക്കാളും അല്ലേ, ഷിർക്ക് ചെയ്തവരെ ഏറ്റവും മുമ്പായിട്ട് റസൂലുള്ളാഹിൽ വിശ്വസിക്കേണ്ട ടീമായി ഇവർ. ഈ ഷിർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇതൊന്നും പരലോകത്തിലൊന്നും വിശ്വാസമില്ലാതെ ഇവരുടെ ദുനിയാവിൻ്റെ ജീവിതം തന്നെ അടിച്ചു പൊളിക്കുന്നത് അവരാ. പക്ഷേ അവരെക്കാളും ഈ ദുനിയാവിൽ ജീവിതത്തിൽ ഏറ്റവും കൊതിയുള്ളത് ആർക്കായിരിക്കും? ഈ ജൂതന്മാർക്കായിരിക്കും. എത്രത്തോളം? യവദ്ദു, അവൻ ഇഷ്ടപ്പെടുകയാണ്. യവദ്ദു അഹദുഹും, അവരിൽ ഒരാൾ മോഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ലോ യു അമ്മറു, തനിക്ക് ആയുസ് ലഭിക്കപ്പെട്ടിരുന്നുവെങ്കിൽ. എത്ര? അൽഫസന, 1000 കൊല്ലം. ഇതൊക്കെ നമ്മളൊരു താരതമ്യം ചെയ്ത് നോക്കട്ടോ, അല്ലെങ്കിൽ കണ്ണാടിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതി ജൂതനെ പറ്റിയിട്ട് അല്ലേ. ഒരു ജൂതൻ ഇങ്ങനെ കൊതിക്കും, 1000 കൊല്ലം എനിക്ക് ജീവിക്കാൻ അനുവാദം കിട്ടിയിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. അത്ര ജീവിതത്തോട് ഇഷ്ടമാണ്. നമ്മളെപ്പറ്റി റസൂൽ എന്താ പറഞ്ഞത്? നിങ്ങളെ ശത്രുക്കൾ മാന്തി പൊളിച്ച് തിന്നു ഒരു കാലത്ത്, നിങ്ങൾ ഒരുപാടുണ്ടാകും,
പക്ഷേ നിങ്ങൾ പൊങ്ങുതടികളായിരിക്കും. 2 ദൗർബല്യം നിങ്ങൾക്കുണ്ട്. ഒന്ന് ഹുബ്ബു ദുനിയ, പറഞ്ഞതാ ദുനിയാവിലെ ജീവിതം. നമ്മളൊക്കെ അങ്ങനെയാ അല്ലേ? എന്താ നമ്മൾ പോകാത്ത ഇവിടെ നാട്ടിൽ നിന്ന്? എന്താ പോകാത്ത? സ്വർഗം വിചാരിച്ചിട്ടാണോ? അല്ല, വന്ന് പാസ്പോർട്ടിൻ്റെ വിസേൻ്റെ കടം തീർത്തിട്ട് 2 കൊല്ലം കരാറും കഴിഞ്ഞ് പോകാൻ തീരുമാനിച്ച ആളാ അല്ലേ? കടം തീർന്നപ്പോൾ പോകുമ്പോൾ എന്തെങ്കിലും ഒന്നും വേണ്ട കൊച്ചി ഇവിടെ നിന്നത് അല്ലേ? അങ്ങനെയാ പുരയുണ്ടാക്കാൻ തുടങ്ങിയത്, മക്കൾ വലുതായത്, ഓലെ പഠിപ്പിക്കേണ്ട, അതിൻ്റെ ഇടയ്ക്ക് കല്യാണം വന്നത്, അതിൻ്റെ ഇടയ്ക്ക് പെങ്ങന്മാരൊക്കെ കല്യാണം കഴിഞ്ഞ് അതിൻ്റെ കടം തീർക്ക്. എപ്പോൾ ആയി ഇവിടെ? എത്രയായി? ഓരോരുത്തർ കൂട്ടി നോക്കിയാൽ മതി. 2 കൊല്ലത്തേക്ക് വന്ന ചങ്ങാതി അല്ലേ? അങ്ങനെ ഉഷാറായ ആരോഗ്യത്തിൽ വന്നു. അവസാനം വീട്ടിൽ പോകുന്ന എങ്ങനെയാ? സുബൈ ബാങ്ക് പള്ളിയിൽ നിന്ന് കൊടുക്കാൻ കാത്ത് നിൽക്കുക. ഉറക്കം വരാൻ്റെ അസുഖം പിടിച്ചിട്ടേ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് വയസ്സന്മാരെ പള്ളിയിലെത്തിയിട്ടുണ്ടാവും. എന്താ? ഒരു പണിയും ഇല്ല, ഉറക്കം വരിക. അവസാനം പുരക്കാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, ആർക്കിട്ട് അറിഞ്ഞും കൂടെ എന്താ ഇവിടെ കഴിച്ചുകൂടാ? ആരെ കുറ്റപ്പെടുത്തല്ല കേട്ടോ. ഞാനും ഗൾഫിൽ നിന്നാണ് പറയുന്നത്, നിങ്ങൾ ഗൾഫിൽ നിന്നാണ് കേൾക്കുന്നത്. എല്ലാവരും വന്ന ദുനിയാവിന് തന്നെ. എപ്പോൾ നമുക്കിത് തീരുക അല്ലേ? തീരുന്നില്ല നമ്മൾക്ക്. പിന്നെയും ഓടുക തന്നെയാണ്. നേരെയില്ല എനിക്ക്. എന്തിനാ? ദുനിയാവിന് വേണ്ടിയിട്ട്. 4 ആൾ കൂടിയ സംസാരം എന്താ? ദുനിയാവിൽ അല്ലേ? അതിന് ടെൻഷൻ എന്തിനാ അല്ലേ? ജിദ്ദത്തൊരു ബിൽഡിങ് വേറെ ആയിരിക്കും വിറ്റ് കഴിഞ്ഞാൽ കോബാദ സുബേക്കതിനുള്ളത്തെ റൂമെന്ന് ടെൻഷൻ പിടിക്കാം എനിക്ക് അല്ലേ? അയാൾക്ക് ബിൽഡിങ് വിറ്റ്. എന്തിന്? ഇവനുമായിട്ട് എന്താ ബന്ധം? അത്ര ഈ ദുനിയാവായിട്ട് നമ്മൾ എന്തായി പോയിട്ടുണ്ട്? അഡിക്റ്റ് ആയി പോയിട്ടുണ്ട്. ജൂതരേക്കാൾ നമ്മൾ ചിന്തിച്ച് നോക്കിയേ. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളെ ശത്രുക്കൾ കൊത്തി തിന്നു തീർക്കും. അന്ന് നിങ്ങൾക്ക് 2 ദൗർബല്യ. ഒന്ന് ഹുബ്ബു ദുനിയ, ദുനിയാവിനോടുള്ള ഇഷ്ടം. 2 കറാഹിയത്തുൽ മൗത്ത്, മരണത്തോട് നിങ്ങൾക്ക് എന്തായിരിക്കും? വെറുപ്പായിരിക്കും. ഈ 2 ഈ റസൂലുള്ളാഹിൻ്റെ ഈ ഹദീസ് നമ്മൾ മുസ്ലിങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഈ ആയത്തുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആലോചിച്ച് നോക്കിയേ. ജൂതനോട് അല്ലാഹ് പറഞ്ഞ ഈ വാഗായത്. റസൂലുള്ളാഹി നമ്മളെ ഈ ഉമ്മത്തിനൊരു കാലം വരാനുണ്ട്. ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾ എത്ര ബഹിഷ്കരിച്ചാലും ആർക്കും പേടിയില്ല. കാരണം എന്താ? ഓല് വിരിച്ച എല്ലാ വലയിൻ്റെ ഉള്ളിൽ നമ്മൾ ഒതുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ദുനിയാവിലെ ജീവിതത്തിൽ അടിച്ചു പൊളിക്കുകയാണ്. ജൂതം എല്ലാ നിലക്കും മുസ്ലിം രാഷ്ട്രങ്ങളെ നശിപ്പിക്കാനുള്ള കാരണം മുസ്ലിങ്ങൾക്കിടയിൽ ദുനിയാവിനോടുള്ള പല സംസ്കാരങ്ങളും ഉണ്ടാക്കി. പല ഫുഡ് നമ്മുടെ ഭാഗത്തേക്ക് വരും, പല കൾച്ചറുകൾ വരും, പല പുസ്തകങ്ങൾ വരും. നമ്മളിത് വായിക്കുന്നു, അത് കഴിക്കുന്നു, ആ സംസ്കാരം പിൻപറ്റുന്നു. അതോടുകൂടി അവർ പറഞ്ഞ അതേ സംഗതികൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ ജീവിതത്തിൽ നടപ്പാക്കുന്നു. പിന്നെ ആക്രമിക്കാൻ എളുപ്പമാണ്. അതാണ് അല്ലാഹ് പറയുന്നത്, ഈ ജൂതന്മാർ വല തജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തിൻ, ദുനിയാവിലെ ജീവിതത്തിൽ ഏറ്റവും താല്പര്യക്കാരായിട്ട് നിനക്ക് അവരെ കാണാം. വമിനല്ലദീന അശ്റകൂ, ഷിർക്ക് ചെയ്ത ആളുകളെക്കാൾ എത്രത്തോളം, യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫസന, 1000 കൊല്ലം ഈ ദുനിയാവിൽ ജീവിച്ചാൽ എന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. നമ്മളും അങ്ങനെ തന്നെ അല്ലേ? നമുക്കും ബുദ്ധിയില്ലേ? എല്ലാവർക്കും ബുദ്ധിയുണ്ട്. 1000 കൊല്ലം ഈ ദുനിയാവ് തന്നെ ജീവിക്കേണ്ടിയിരുന്നു. വീടുണ്ടാക്കുന്ന കണ്ടാലും, ഈ ദുനിയാവ് സമ്പാദിക്കുന്ന കണ്ടാലും നമുക്ക് തോന്നിപ്പോവും, പഠിച്ചോൻ ഈ മനുഷ്യൻ ദുനിയാവ് തന്നെ ജീവിക്കാൻ തന്നെ ഇറങ്ങിത്തിരിച്ച് എന്ന് തോന്നിപ്പോകും അല്ലേ? എന്നാൽ അല്ലാഹ് പറയാം, വമാഹുവ, അതെല്ലതാനും ബിമുസഹ്സിഹിഹി മിനൽ അദാബ്, അള്ളാൻ്റെ ശിക്ഷയിൽ നിന്ന് അകറ്റിക്കളയാൻ 1000 കൊല്ലം ജീവിക്കുക എന്നുള്ളത് എന്തല്ല? ഒരു കാരണമല്ല. ദുനിയാവ് തന്നെ മരിച്ചിട്ട് പരലോകത്ത് പഠിച്ചവനെ ശിക്ഷയ്ക്ക് കിട്ടാതിരിക്കാൻ ഇവിടെ തന്നെ ജീവിച്ചാൽ അല്ലാഹ് പിടികൂടൂലേ? ജൂതനോട് പറയുക, നീ 1000 കൊല്ലം ജീവിച്ചാലും അതൊന്നും പഠിച്ചവൻ്റെ അദാബ് വരാതിരിക്കാൻ നിനക്കെന്തല്ല? ഒരു തടസ്സമല്ല. അയ്യോ അമ്മർ, എന്ത്? ഒരാൾക്ക് ദീർഘായുസ് ലഭിക്കപ്പെടുന്നത്. മരിച്ച മുതൽ ഖബറിൽ ശിക്ഷ ഇങ്ങനെ തുടങ്ങും. ദുനിയാവിൽ തന്നെ ശിക്ഷ തുടങ്ങും. ബർസഖിൽ ശിക്ഷയുണ്ട്, പരലോകത്തിൻ്റെ പൂർത്തീകരണമുണ്ട് അല്ലേ? ഞാൻ ഇപ്പോൾ ഒന്നും മരിക്കണ്ടേനും, മരിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ ഖബറിൽ ശിക്ഷ എനിക്ക് വരുമല്ലോ, അത് വരാതിരിക്കാൻ ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ. എന്നാൽ അള്ളാഹിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ടോ? മനസ്സിലാകുന്നില്ലേ അല്ലേ? അള്ളാഹ് പറയുക, ദുനിയാവിലുള്ള ഈ ജീവിതം നിങ്ങൾ എത്രയും കൊതിക്കണ്ട. ജൂതനോട് മാത്രമല്ല, നമ്മളും ശ്രദ്ധിക്കുക. വല്ലാഹു, അള്ളയാകട്ടെ, ബസീറുൻ, കണ്ടറിയുന്ന, അള്ളാഹ് ഉൾക്കാഴ്ച വെച്ച് കണ്ടറിയുന്നവനാ. നമ്മൾ കാണുന്ന പോലെയല്ല. അവൻ്റെ മനസ്സ് ചിന്തിക്കുന്നത് ഇലമു, അവൻ അറിയുകയാണ് അല്ലേ? അവൻ്റെ കണ്ണിൻ്റെ കട്ടുനോട്ടം അള്ളാഹ് അറിയാണ്. അങ്ങനെ അള്ളാഹ് അറിയും. ബിമാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നത് മുഴുവനും അള്ളാഹ് കണ്ടറിയും. ജൂതന്മാരെ പറ്റിയാണ് പറഞ്ഞത്. നമ്മളും നമ്മളെ കൂടെ എന്ത് ചെയ്യുക? ഇത് മനസ്സിലാക്കുക. വല്ലാത്തൊരു പാഠായി ആയത്ത് തരുന്നത്. ഏറ്റവും കൂടുതൽ ഈ ദുനിയാവിലെ ആഡംബര ജീവിതം അതിൻ്റെ ആളുകൾ ജൂതരാ.
കൂടെ പഠിച്ചോ, ഇന്ന് അത് കടമെടുത്ത് ജീവിക്കുന്നത് പോലെയാണ് നമ്മളെ സമൂഹം. ഈ ആഡംബരത്തിലും പൊങ്ങച്ചത്തിലും ദൂർത്തിലുമൊക്കെ നമ്മളിങ്ങനെ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നത്. എന്തും ആളുകളെ കാണിക്കുക. നമ്മുടെ നാടുകളിലൊക്കെ ഓരോ നാട്ടിൽ നിങ്ങൾ പോയി നോക്കിയേ, മറ്റ് മതസ്ഥരെ വെല്ലുന്നില്ല. ഹൈന്ദവൻ്റെ കല്യാണം പണ്ടും ഒരു കല്യാണം, ഇന്നും അതേ കല്യാണം. ആ പവിത്രതയെ, ആ ബഹുമാനം ഷിർക്കിൻ്റെ ആളുകളായ അവർ ചെയ്യുന്നു. പക്ഷേ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഏറ്റവും വലിയൊരു ഉടമ്പടി, ഒരു വലിയൊരു കരാറ് 2 സാക്ഷികൾക്ക് മുമ്പാകെ ഏറ്റുവാങ്ങി ഒരു വലിയൊരു ജീവിതം തുടങ്ങുന്ന ഒരു മുസൽമാൻ്റെ കല്യാണം നിങ്ങൾ ഇന്ന് നോക്കിയേ അല്ലേ? കല്യാണത്തിൻ്റെ ഭക്ഷണം ഇന്ന് നോക്കിയേ. നമ്മളിന്ന് തട്ടിക്കളയുന്ന, വേസ്റ്റാക്കി കളയുന്ന ഭക്ഷണത്തിൻ്റെ അളവ് നിങ്ങൾ നോക്കിയേ അല്ലേ? നമ്മൾ മുസ്ലിങ്ങൾ വേസ്റ്റാക്കുന്ന ഭക്ഷണം, നമ്മുടെ മുസ്ലിം രാജ്യങ്ങൾ വേസ്റ്റാക്കുന്ന ഭക്ഷണം മതി ലോകത്തെ പട്ടിണി മാറ്റാൻ എന്നിവരാളുകൾ പറയുന്ന രീതിയിൽ അല്ലേ ഇന്ന് എത്തിയിട്ടുണ്ട്. ഇന്ന് ഏറ്റവും ഒരു ക്രിമിനൽ കുറ്റായിട്ട് ലോകത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് എത്ര ദൂർത്തും പൊങ്ങച്ചെങ്കിലും നടക്കുന്നുണ്ട്. എന്താ വെച്ചാൽ എല്ലാവർക്കും വേണ്ടത് ദുനിയാവാണ്. എല്ലാവരും ദീനൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ സ്വന്തം ലൈഫിലേക്ക് എത്തുമ്പോൾ എല്ലാവരും മറന്നു പോകുകയാണ്. എല്ലാവരും എത്രത്തോളം അല്ലാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കുകയാണ്, ഇങ്ങനത്തെ ഒരു മനസ്സെനിക്ക് വരല്ലേ റബ്ബേ അല്ലേ? പിന്നെ പഠിച്ചവനെ, ആ വനഫ്സിൻ ലാ തഷ്ബ, ആർത്തി തീരാത്ത മനസ്സെനിക്ക് തരല്ലേ റബ്ബേ. എത്ര കിട്ടിയാലും മതിയാകാതെ, സ്വർണത്തിൻ്റെ താഴ്വര കിട്ടിയാൽ ഒന്നും കൂടെ കിട്ടാൻ ആഗ്രഹിക്കുന്ന, 2 കിട്ടിയാൽ 3ാമത് കിട്ടാൻ ആഗ്രഹിക്കുന്ന അല്ലേ? മണ്ണല്ലാതെ അവൻ്റെ വായ നിറക്കൂലെന്ന റസൂൽ, മരിച്ചാലല്ലാതെ പുതിയ തീരൂല. ഇത് നമ്മളെപ്പറ്റി പറയാം. ദുനിയാവിനോട് അത്ര അള്ളിപ്പിടിച്ചിട്ടുണ്ട് ഞാനും നിങ്ങളും, നമ്മളെല്ലാവരും അല്ലേ? നമ്മുടെ മുമ്പിൽ അള്ളാഹ് പറയുന്നത് അൽഹാക്കു മുത്തക്കാസുർ ഹത്താ സുർത്തുമുൽ മഖാബിരി. ഇത് നമ്മുടെ പടച്ചോൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന വിഷയത്തിലൊക്കെ അശ്രദ്ധരാക്കിയിട്ടുണ്ട്. ഏത്? ഈ പരസ്പരം ഈ പെരുമ നടിക്കൽ, കിട്ടിയതിൻ്റെ കണക്ക് പറയലും, ദൂർത്തടിച്ചതിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും കണക്ക് പറയലൊക്കെ, സൗന്ദര്യത്തിൻ്റെ കണക്ക് പറയലൊക്കെ നമ്മൾ എന്ത് മറപ്പിച്ച് കളയുന്നറിയോ? എല്ലാം പരച്ചോനെ പറ്റി മറപ്പിച്ചു. ഏതുവരെ? ഹത്താ സുർത്തുമുൽ മഖാബിർ. ഇതൊക്കെ ഏത് വരെയാ? ഖബർ വരെ മാത്രം. ഇല്ല, കൊട്ടാരത്തിൽ ജീവിച്ച ആളാ, നാളെ കുടിലിൽ ജീവിച്ച ആളും കൊട്ടാരത്തിൽ ജീവിച്ച ആളും മരിച്ചു കഴിഞ്ഞാൽ വെക്കുന്നത് ഏത് മണ്ണിൽ തന്നെയാണ്? ഖബർ. ആ ഖബറിൻ്റെ ഉള്ളിലേക്കാണ് വെക്കുന്നത്. നമ്മൾ അതാ ചിന്തിക്കേണ്ടത്. അപ്പോഴാ ദുനിയാവിൽ ജീവിച്ചോ, അള്ളാഹ് അവരോടാ പറയുന്നത്. പക്ഷേ ജൂതന്മാർ ഓതിയതുപോലെ നമ്മളും സന്ദർഭത്തിൽ നിന്ന് ആയത്തെടുത്ത് അടർത്തി മാറ്റും. ഹാദാമിൻ ഫദ്ലി റബ്ബി, നമ്മൾ അടർത്തി മാറ്റിയെടുത്ത ആയത്ത്. അത് എന്താ അതിൻ്റെ അർത്ഥം? ഇതെനിക്ക് എൻ്റെ റബ്ബ് നൽകിയ ഫദ്ല. ഈ ആയത്ത് നമ്മൾ അടർത്തി മാറ്റി. അതിൻ്റെ മുമ്പിലുണ്ട് ബേക്കിലുമുണ്ട്. എന്താ ബേക്കിലുള്ളത്? ലി യബുലുവനി അഷ്കുർ അം അക്ഫുർ. ഇതെനിക്ക് എൻ്റെ റബ്ബ് നൽകിയ ഫദ്ല, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ? ഇത് നിങ്ങളെവിടെയും കണ്ടിട്ടുണ്ടോ? ഫ്രെയിം ചെയ്ത് വെച്ചത്തിൽ ഇല്ല. ഹാദാമിൻ ഫദ്ലി റബ്ബി കാണും. പിന്നെ ആയത്ത് ഊതിത്തരും നമുക്കെല്ലാവരും. എന്താ ഊതിത്തരുന്ന ആയത്ത്? നീ നിൻ്റെ ദുനിയാവിലുള്ള ഓഹരി നീ മറക്കണ്ട, അള്ളാഹ് പറഞ്ഞ ആയത്ത് അല്ലേ? ഇപ്പം ദുനിയാവിൽ ജീവിക്കാൻ ഇതാ അത് അടുത്ത ആയത്ത് പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിലെ ജീവിതം നീ എന്ത് ചെയ്യേണ്ട? മറക്കണ്ട. ഇങ്ങനത്തെ ഓരോരോ ആയത്തും, ദുനിയാവിനെ പറ്റിയുള്ള എല്ലാ ആയത്തും നമുക്ക് മനപ്പാടാ, എല്ലാ ഹദീസും നമുക്ക് മനപ്പാടാ അല്ലേ? എന്നാലോ നമ്മൾക്കൊരു പ്രാർത്ഥന ഫുള്ളായിട്ട് എന്ത് ചെയ്തുകൂടാ? അറിഞ്ഞുകൂടാ. തമാസ്ക്ക് പറയില്ലേ, എനിക്ക് എൻ്റെ വീട്ടിൽ 3 മക്കളുണ്ട്. 3 മക്കളും അത്തയ്യാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ പോലും മസീദ് ദജ്ജാൽ എത്തൂലാന്ന്. കാരണം വെച്ചാൽ അത്രയും പ്രാർത്ഥന 3 ആൾ കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ തീർത്തും അറിഞ്ഞുകൂടാ നമ്മൾക്ക്. ഓരോരുത്തരും ചിന്തിച്ച് നോക്കിയേ അല്ലേ? നിസ്കാരത്തിൻ്റെ സുജൂദിൻ്റെ ഇടയ്ക്കുള്ള പിന്നെ ഇരുത്തത്തിൻ്റെ ഇടയിലുള്ള പ്രാർത്ഥന നമുക്ക് അറിഞ്ഞുകൂടാ. നിസ്കാരത്തിൽ കിട്ടും, ഇപ്പം കിട്ടൂല. അത്തയ്യാത്ത് ഇപ്പം കിട്ടൂല, അപ്പം കിട്ടും അല്ലേ? എന്താ എല്ലാം യാന്ത്രികമായിട്ടുണ്ട്. പഠിച്ചവനായിട്ടുള്ള ഒന്നും നമുക്ക് വേണം. ദുനിയാവിലോ ഓരോ ദിവസം ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പഠിക്കുക ഓരോ ഭാഷ അല്ലേ? ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫിലിപ്പീനിയ ഭാഷ സംസാരിക്കും മലയാളി അല്ലേ? ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ ഭാഷ സംസാരിക്കും മലയാളി. ലോകത്തൊരാൾക്കും നമ്മൾ കിട്ടുന്നില്ല, നമുക്ക് എല്ലാവരും കിട്ടുക നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ദുനിയാവിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നു. ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരാളും കടയിൽ കയറിയിട്ട് ആണും പെണ്ണൊന്നും ഭാഷ അറിഞ്ഞുകൂടാത്തതിൻ്റെ പേരിൽ സാധനമാകാൻ തിരിച്ചു വരുന്നില്ല. ഓനക്ക് ഏറ്റവും ആദായത്തിൽ കിട്ടാൻ മൂക്കുകൊണ്ട് സംസാരിച്ചിട്ടും പിന്നെ മുഖം കൊണ്ട് സംസാരിച്ചിട്ടും എന്ത് ചെയ്യും? ഓൻ്റെ ദുനിയാവിനേക്കുള്ള ലാഭം ഉണ്ടാക്കും. പക്ഷെ പഠിച്ചവനോ അള്ളാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഉസ്താദ് എങ്ങനെയാണ് പഠിക്കുക? ഇത്ര വലിയ പ്രാർത്ഥന അറബി എനിക്ക് പ്രയാസം, പഠിക്കാൻ പറ്റുന്നില്ല അല്ലേ? എപ്പോഴും സംശയം, മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിസ്കാരത്തിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റും. ഇത് 16ാമത്തെ വയസ്സ് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. 35 ഇപ്പോഴും അല്ലേ? 35 കൊല്ലം കൊണ്ട് ഒരു സയ്യിദുൽ ഇസ്തിഗ്ഫാർ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏത്
രാവിലെ പ്രാർത്ഥിച്ചതിൻ്റെ ആശയം ജീവിതത്തിൽ പാലിച്ച് ജീവിച്ച് വൈകുന്നേരത്തിനിടയ്ക്ക് മരിച്ച സ്വർഗത്തിലാണ്. വൈകുന്നേരം പ്രാർത്ഥിച്ച് പിറ്റേന്ന് നേരം വിളിക്കുന്നതിനിടയ്ക്ക് മരിച്ച സ്വർഗത്തിലാന്ന് അള്ളാഹിൻ്റെ റസൂല് പറയുക. ഓനക്ക് പ്രാർത്ഥിക്കാൻ ഓനക്ക് അറബീൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട്, ഇതുവരെ അറിഞ്ഞിട്ടില്ല. നിസ്കാരത്തിലെ പ്രാർത്ഥന എത്ര ആൾക്കറിയാം? ഓരോ ഉംറക്ക് പോകുമ്പോഴും നമ്മളല്ലേ ചോദിക്കുന്നത് ഉംറേൻ്റെ ബുക്കുണ്ടോ അല്ലേ? ഓരോ അരവരി പ്രാർത്ഥനയും ഉംറക്കൊന്നുമില്ല കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആളുകൾക്ക് അറിഞ്ഞൂടാ. സഫാ മറുവ കയറുമ്പോൾ ഇന്ന സഫാ വല മറുവത്തെ മിൻഷ ആയില്ല എന്നുള്ള ആയത്തറിഞ്ഞൂടാ. ഇങ്ങനെ പോകുമ്പോഴേ ബുക്കിടാ, ഉസ്താദിൻ്റെ കൂടെ വെക്കണേ, മൗലവി നമ്മളോട് വെക്കണേ. എന്തിനാ? പേടി. ഏത് മനുഷ്യനായി പറയുന്നത്? 40 കഴിഞ്ഞ മനുഷ്യനും അള്ളാൻ്റെ വിഷയത്തിൽ നമുക്കൊന്നും അറിഞ്ഞുകൂടാ. ദുനിയാവിലോ എല്ലാ പെണ്ണുങ്ങൾക്കും എല്ലാ ഭക്ഷണം ഉണ്ടാക്കുന്നറിയാം, എല്ലാ വസ്തുക്കളറിയാം, ഏതൊക്കെ മാളുകളിൽ ഏതൊക്കെ ദിവസം ഓഫറിൻ്റെ പേപ്പർ വരുന്നതെന്നറിയാം, അത് ആരൊക്കെ പറഞ്ഞാൽ ആ കൂടെ കിട്ടുകയെന്നറിയാം, അല്ലേ? എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഇതാ ദുനിയാവ് നമ്മൾ അള്ളിപ്പിടിച്ച് നിന്നിട്ടുണ്ട്. പക്ഷെ എന്താ ദുനിയാവ്? എല്ലാവരും പഠിച്ചു. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധ? ഒരു വഴിയാത്രക്കാരനെ പോലെ അല്ലേ? ഉംറയ്ക്ക് പോകില്ലേ നമ്മൾ മക്കയിലേക്ക്? ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ അങ്ങോട്ടെത്തുമ്പോൾ ഒരു സ്ഥലത്തൊരു പെട്രോൾ പമ്പിൽ നമ്മൾ നിർത്തും. എന്തിനാണ് നിർത്തുന്നത്? ആർക്കെങ്കിലും ബാത്റൂമിൽ പോകണമെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകാൻ വണ്ടിക്ക് എണ്ണ അടിക്കും. 10 മിനിറ്റാണെന്നറിയും. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് പോകും. ആ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതാണ് റസൂൽ എന്തിനോട് ഉപമിച്ചത്? ദുനിയാവിനോട് ഉപമിച്ചത്. നമ്മളും ദുനിയാവ് നമ്മൾ അത്രേ ബന്ധമുള്ളൂ. ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ട്, പോകേണ്ടത് അങ്ങ് മക്കത്തേക്കാ അല്ലേ? അവിടത്തേക്ക് എന്തോ ചെയ്തോ? ഇതാണ് അള്ളാൻ്റെ ഖുർആൻ, അള്ളാൻ്റെ ദീന് നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ അതിനു വേണ്ടിയാണ് ഈ ഖുർആൻ പഠിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ കഥ കേട്ടിട്ട് അവർക്കതുണ്ടായി എന്നല്ല. പഠിച്ചോനെ, ഈ ശാപങ്ങളും കോപങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് തെറ്റുകൾ വന്നിട്ട് എനിക്കുണ്ടാകരുത് എന്ന് നമ്മുടെ പൂർവ്വകാല നേതാക്കൾ സ്വഹാബികളും താബിയങ്ങളൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, പഠിച്ചോനെ എന്നെ നീ ഒരു മോശപ്പെട്ട നിലക്ക് നീ എന്നെ എന്ത് ചെയ്യല്ലേ, മരിപ്പിക്കല്ലേ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, കടത്ത് കുടുക്കിയിട്ട് എന്നെ ജീവിപ്പിക്കൽ, ആൾക്കാർ മുമ്പിലല്ലേ പ്രാർത്ഥിക്കുകയല്ലേ. എന്ത് വന്നാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ മരിക്കുമ്പോൾ സൂഉൽ ഖാത്തിമ ഉണ്ടാകരുത്. എന്ന് വെച്ചാൽ മോശപ്പെട്ട അവസ്ഥയിൽ നമ്മൾ മരിക്കരുത്. നമ്മൾ അള്ളാഹുവിനോട്, അത് വലിയൊരു ഭാഗ്യമാണ്. അത് അള്ളാഹു നമ്മളൊക്കെ മുവഹിദായി മരിപ്പിക്കുമാറാകട്ടെ. എപ്പോഴും പ്രാർത്ഥിച്ചു. നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യുന്ന പ്രാർത്ഥനയായിരിക്കും അള്ളാഹ് കേൾക്കുന്നത്. നമ്മുടെ ഏതെങ്കിലും സമയത്തുള്ള ഒരു ധിക്കാരായിരിക്കും. മരിക്കുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിച്ചോ, മരിക്കുമ്പോൾ മുസ്ലിമായിട്ട് മരിക്കാൻ പറ്റുന്നില്ലേ? അതോടുകൂടി പോയി നമ്മുടെ ജീവിതം. ഇത്രയും കൊല്ലം അള്ളാഹ് ജീവിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ അനുവാദം തന്നിട്ട് നമുക്കൊരു മുസ്ലിമായിട്ട് മുവഹിദായിട്ട് മുത്തഖിയായിട്ട് മരിക്കാൻ പറ്റുന്നെങ്കിൽ വരാനിരിക്കുന്നത് മുഴുവനും ശിക്ഷയായിരിക്കും. എന്നാലോ ഒരാൾ ഒരുപാട് മോശത്തരങ്ങളൊക്കെ ചെയ്തു പോയി, നമ്മളൊക്കെ സംഭവിച്ചു പോയി, തെറ്റല്ലേ, മനുഷ്യർക്ക് പറ്റിപ്പോകുന്നതല്ലേ. പക്ഷെ മരിക്കുമ്പോൾ ഓൻ തൗബയൊക്കെ ചെയ്ത് നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിട്ട് അല്ലേ മരിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹു എത്ര അനുഗ്രഹങ്ങളാണ് കൊടുക്കുക. അതുകൊണ്ട് അള്ളാഹു ഏതൊരു മനുഷ്യൻ്റെയും അന്ത്യം നോക്കിയിട്ടാണ് തീരുമാനം എടുക്കുക, അവസാനം നോക്കിയിട്ട്. എന്താ നന്നാകേണ്ടത്? അവസാനം നന്നാകണം. അതുകൊണ്ട് കുറേ കഴിയട്ടെ എന്നല്ല. എപ്പോഴാണ് നമ്മുടെ അവസാനം? ഇപ്പോഴാണ്. നമുക്കറിഞ്ഞൂടാ നാളെ ഉണ്ടാകുമെന്ന്. ഈ സമയം നമ്മൾ എന്ത് ചെയ്യുക? നന്നാക്കുക അല്ലേ? അതാണ് തൗബ. നമ്മൾ ഇത്തരം ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ, ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലൊരു ചെറിയൊരു കുറ്റബോധം വരുന്നില്ലേ? അതിനാണ് ഇസ്ലാമിൽ എന്ത് പറയുക? തൗബ എന്നറിയാം. എന്താ തൗബ എന്ന് പറഞ്ഞാൽ? ഒരു ഖേദ ഉണ്ടാക്കുക, ചെയ്തു പോയല്ലോ റബ്ബേ അല്ലേ. അതിൻ്റെ കൂടെ എന്താ വേണ്ടത്? ഇസ്തിഗ്ഫാർ. അതാണ് മാപ്പിരക്കൽ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 തവണ ചെയ്യലുണ്ടായിരുന്നു അല്ലേ ഇസ്തിഗ്ഫാർ. എന്താ ചെയ്യൽ റസൂലുള്ളാഹി? അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി. ഇത് 100 തവണ പറയാറുണ്ടായിരുന്നു. രണ്ടുമായി ഞാൻ അള്ളാഹിനോട് മാപ്പ് ചോദിക്കുന്നു, അതൂബു ഇലൈഹി, അള്ളാഹിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? തൗബ ചെയ്തു. ഒരു ദിവസത്തെ ഒരു ദിക്റാണത്. നിങ്ങൾ പഠിക്കുക ഇൻഷാ അള്ളാഹ്. നമ്മൾക്കത് നിങ്ങൾ പഠിക്കണം. ഇവിടെ ഇതാ മുസ്ലിമിൻ്റെ രക്ഷാകവചം എന്നുള്ള പുസ്തകം ഇവിടെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക, പ്രാർത്ഥന പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാവർക്കും തരാനല്ല, ഇത് തന്ന് മടുത്തതായി ഈ ലൈവ് സെൻറ്ററിൽ. എത്രയോ ആൾക്കാർ കിട്ടിയത്. ഇനിയും കൊണ്ടുപോകും നിങ്ങൾ തരാൻ റോട്ടിൽ വെക്കും. നിങ്ങളൊക്കെ വീട്ടിലെടുത്ത് അറബിയുണ്ട്, മലയാളമുണ്ട്, ഒക്കെ ഉണ്ട്, നെറ്റിലും ഒക്കെ ഉണ്ട്. കിട്ടാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥന പഠിക്കാൻ പൂതിയുണ്ടെങ്കിൽ അമാനത്തായിട്ട് തരും. കാരണം തന്നിട്ട് തീർന്ന ഒരു പുസ്തകമാണിത്. നിങ്ങൾക്ക് പ്രാർത്ഥന പഠിക്കാൻ തന്നിട്ട് ചെയ്യാം. അതുപോലെ ഇൻഷാ അല്ലാഹ് ഈ റമദാനിലും
പിന്നെ ബൈലക്സിൽ KNM ഓൺലൈൻ റൂമിൽ ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ, സഹാബികളുടെ ചരിത്രം പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ, അതുപോലത്തെ ക്ലാസ്സുകളൊക്കെ പിന്നെ ഓൺലൈൻ റൂമുകളിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളോടും പുരുഷന്മാരോടും എല്ലാവരോടും, പ്രത്യേകിച്ച് ഫാമിലി മെമ്പേഴ്സിനോട് നമ്മൾക്ക് വീട്ടിൽ റമദാൻ അതൊരു ഉറങ്ങിത്തീർക്കുന്ന സമയമാക്കാതെ ഇത്തരം പ്രാർത്ഥന പഠിക്കാനും ചോദിച്ചു പഠിക്കാനും അത് നിങ്ങൾക്ക് കൈമാറിയിട്ട് വാങ്ങാനും ഒക്കെ സൗകര്യമുണ്ട്. ആ റൂമും നിങ്ങൾ ഇപ്പോഴേ ഇവിടെ നിങ്ങൾക്ക് അത്തരം പിന്നെ കമ്പ്യൂട്ടറിൽ പിന്നെ ബൈലക്സ് മെസ്സഞ്ചർ എന്നൊരു പ്രോഗ്രാമുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിൽ KNMൻ്റെ ഓൺലൈൻ റൂമുണ്ട്. അതിൻ്റെ ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് സജീവമായിട്ട് നടക്കും, ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും പല ക്ലാസ്സുകളും ഈ റമദാനിൽ വരാനിരിക്കുന്നുമുണ്ട്. ഈ പ്രാർത്ഥന പഠിച്ചിട്ട് ജീവിതത്തിൽ നമ്മുടെ ആയുധം, മുസ്ലിമിൻ്റെ ആയുധം പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുന്തോറും നമ്മൾ അള്ളാഹിലേക്ക് അടുക്കും, ദുനിയാവ് നമ്മൾ അകലും. എന്നാൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് അള്ളാഹുലേക്ക് അടുത്താലും ദുനിയാവിലെ സമ്പത്ത് അല്ലാഹ് കുറക്കൂല. അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽ അബൂബക്കർ സിദ്ദീഖുണ്ട്, വലിയ കച്ചവടക്കാരനാണ്, പക്ഷേ സ്വർഗം കിട്ടിയില്ലേ? നമ്മുടെ കച്ചവടമൊന്നും സ്വർഗം നഷ്ടപ്പെടുത്തൂല. പക്ഷെ നമുക്ക് ഇന്നൊരു ചെറിയൊരു പെട്ടിപ്പീടി തുടങ്ങി നമ്മൾ സ്വർഗം പോയി. തുടങ്ങുന്നതന്നെ നമ്മൾ ഹറാമ് ചിന്തിച്ചിട്ടാണ് അല്ലേ? നമ്മളെന്തിനാണ് പേടിക്കുന്നത്? ഹലാലായിട്ട് തന്നെ ചെയ്തോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നല്ല കച്ചവടക്കാരനാകും, അവൻ്റെ സമ്പത്ത് ഇസ്ലാമിന് ഉപകാരപ്പെടും, കൂടുതൽ കൂലി ആ വ്യക്തിക്ക് കിട്ടും. അപ്പോൾ ദുനിയാവിൽ നമ്മൾ മാറി അള്ളാഹിലേക്ക് നമ്മൾ അടുക്കും. അള്ളാഹിലേക്ക് അടുക്കുന്തോറും അള്ളാഹ് ഇങ്ങോട്ട് അതിനേക്കാളപ്പുറത്ത് അള്ളാഹ് എടുക്കും. അതുകൊണ്ട് ഈ വേദിയും നിങ്ങൾ എന്ത് ചെയ്യുക? അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തആല നമ്മുടെ ഏത് നന്മയുടെ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ, മുത്തഖിയായി മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.